Okay, hi Joji Chata, welcome to Film Companion South. Thank you. ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. ഇത് നമ്മൾ വേറെ ഇതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഒരു ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്തതായിരുന്നു. പക്ഷെ നമ്മൾ എഡിറ്റ് ചെയ്ത് വരുമ്പോ കുറെ ലാഗിന്റെ പ്രശ്നം, കുറെ കട്ട് ചെയ്യേണ്ടി വന്നു, ചില കാര്യങ്ങളൊക്കെ മ്യൂട്ടായി പോയി. അപ്പൊ അതുകൊണ്ട് താങ്ക്സ് സോ മച്ച് ഫോർ ഗിവിംഗ് അസ് എ സെക്കൻഡ് ഇന്റർവ്യൂ. അത് ചോദിച്ചപ്പോൾ തന്നെ ഒരു ഇന്റർവ്യൂ തരാൻ കാണിച്ച ഒരു എനിക്കും ആ ഇന്റർവ്യൂ മാറ്റണം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. താങ്ക് യു. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കട്ടെ. അപ്പൊ ഈ ജഗമി തന്ത്രം അതില് കുറെ പേർക്ക് സിനിമ ഇഷ്ടമായി, കുറെ പേർക്ക് സിനിമ അങ്ങനെ അത്ര വലിയ ഇഷ്ടമായില്ല. എങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാലും എത്രയൊക്കെ ജഗമി തന്ത്രത്തെ പറ്റി ഒരാൾ സംസാരിച്ചാലും അതിൽ ഒരു കാര്യം ജോജു ജോർജിന്റെ പെർഫോമൻസ് അത് ഒരു നോൺ നെഗോഷ്യബിൾ ഒരു കാര്യമായി കഴിഞ്ഞു. എല്ലാ ജോജുന്റെ പെർഫോമൻസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. തമിഴൊക്കെ ആയിരുന്നു, എനിക്കൊന്നും ഒരു തോന്നിയില്ല. അതല്ല, ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ടൈപ്പ് ക്യാരക്ടറാണ്. കാരണം നമ്മളൊരു ഫസ്റ്റ് 45 മിനിറ്റ്സ് 50 മിനിറ്റ്സ് നമ്മൾ ഇയാളെ നോക്കുമ്പോ ഒരു കള്ളനാണ്, ഇയാളെ വിശ്വസിക്കൊള്ളില്ല, ധനുഷ് കാണുന്ന പോലെ തന്നെ നമ്മൾ നോക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു എന്താ പറയാ ഒരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് അല്ലെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്കിന്റെ പോർഷൻ കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങേരെ പറ്റി തന്നെ ഒന്നും കൂടെ ആലോചിക്കുമ്പോൾ അയാൾ നല്ല മനുഷ്യനായി. മനസ്സിലായില്ലേ? അത് കുറെയൊക്കെ ജോജു ചേട്ടന്റെ പെർഫോമൻസ് റൈറ്റിങ്ങിന്റെ അത് മാത്രമല്ലാണ്ട് അതേ പോർഷൻസ് നമ്മൾ തിരിച്ച് ഒന്നും കൂടെ ആലോചിക്കുമ്പോൾ അങ്ങേര് വേറെ മനുഷ്യനായി, അങ്ങേര് നല്ലൊരു മനുഷ്യനായി. അപ്പൊ അത് കുറച്ചൊക്കെ റൈറ്റിങ്ങിന്റെ ഭാഗമായിരിക്കും 100%. അതല്ലാണ്ട് ആ ജോജു ചേട്ടന്റെ ഒരു പ്രസൻസും ആ ഒരു പെർഫോമൻസ്, എസ്പെഷ്യലി ഒരു സീനില് ഇങ്ങനെ നല്ല മനുഷ്യനാണോ ചീത്ത മനുഷ്യനാണോ എന്ന് നമ്മളെ തന്നെ കൺഫ്യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ഡയലോഗ്സും പെർഫോമൻസിലെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പോ ഇപ്പൊ എന്താണ് ആ ജഗമി തന്ത്രത്തിനെ പറ്റി ഇപ്പൊ ഒരാഴ്ച കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി സംസാരിക്കുമ്പോ എങ്ങനെയാ, എസ്പെഷ്യലി തമിഴ്നാട്ടിൽ നിന്ന് എങ്ങനെയാണ് അതിന്റെ ഒരു റെസ്പോൺസ് വന്നേക്കുന്നത്? എനിക്ക് ഭയങ്കര ഹ്യൂജ് ആയിട്ടുള്ള റെസ്പോൺസ് ആണ് കിട്ടുന്നത്. അത് തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, ശ്രീലങ്ക, മലേഷ്യ, ഇന്ത്യക്ക് പുറത്തുനിന്നാണ് ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ വരുന്നത്. പിന്നെ മധുര, ചെന്നൈ. ഞാൻ ഓൾമോസ്റ്റ് മാക്സിമം എനിക്ക് വരുന്ന മെസ്സേജുകൾ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അപ്പം എനിക്ക് മെസ്സേജിലൂടെ കിട്ടുന്ന ഫീഡ്ബാക്ക് ഭയങ്കര ഇതാണ്. ബൈ ഫോൺ എന്നെ അറിയുന്ന ഒരുപാട് തമിഴില് ഉള്ള ആക്ടേഴ്സും ഡയറക്ടേഴ്സും ക്യാമറാമാൻമാരും ടെക്നീഷ്യൻസ് എല്ലാവരും വിളിച്ചു. ഏറ്റവും സൂപ്പർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർത്തി പടം ഞങ്ങൾ പടം കണ്ടിട്ട് കാർത്തിയായിട്ട് സംസാരിച്ചപ്പം തലൈവർ സിനിമ കണ്ടു, എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിനെ കുറിച്ച് കമന്റ്സ് ഒക്കെ പറഞ്ഞു. അത് എനിക്ക് എന്താ പറയാ, അയ്യോ, അത് നമ്മളിപ്പോ സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹിച്ചൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ട അത്ഭുതങ്ങളാണ് ഇതൊക്കെ. ഇവരെല്ലാം ഈ സിനിമ തന്നെ അത്ഭുതമാണ്. അതിൽ അഭിനയിക്കുന്ന ഇപ്പൊ നമ്മളെ ലാലേട്ടൻ, മമ്മൂക്കാല്, കമലഹാസൻ സാറ്, രജനി സാറ്, അങ്ങനെയൊക്കെ പറയുന്നവര് ഒക്കെ എന്താ പറയാ, ഹ്യൂജാണ് നമ്മുടെ ലൈഫിൽ. അവരെയാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് സ്റ്റാർസ് എന്ന് പറഞ്ഞിട്ട്. അവരൊക്കെ അവര് മെൻഷൻ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ കിട്ടിയ ഒരു സന്തോഷം, ഇതും എന്റെ വീട്ടിലടക്കം ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് ഭയങ്കര സന്തോഷം. പിന്നെ ആ റോളില് അത് ഭയങ്കര ആ റോളിനെ പലരും ഒരു സിനിമയിലൊരു കഥാപാത്രം എന്നതിനുപരി വേറൊക്കെ ഒരുപാട് രീതിയിൽ ആ ക്യാരക്ടർ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോ അത്രയും സ്നേഹത്തോടു കൂടി എന്റെ മെസ്സേജുകൾ തുടങ്ങുന്നത് അണ്ണ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് മെസ്സേജ് വരുന്നത്. അപ്പൊ അത് ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ, ഞാൻ ഈ സിനിമ ഇറങ്ങുമ്പോൾ ആദ്യത്തെ ദിവസം എല്ലാ മെസ്സേജും എന്താണ് ഫീഡ്ബാക്ക് എന്ന് അറിയാൻ വേണ്ടി ഞാൻ നോക്കും. അപ്പൊ ആദ്യത്തെ 1-2 ദിവസം കൊണ്ട് നമുക്ക് മനസ്സിലാവും പരിപാടി ഏറ്റവും ഏറ്റില്ലേ അതതില്. പക്ഷെ ഈ സിനിമയെ കുറിച്ച് എനിക്ക് ഒരു നെഗറ്റീവ് കമന്റ്സ് പോലും വന്നില്ല. എല്ലാം വളരെ പോസിറ്റീവായിട്ട് ഇനിയും തമിഴ് സിനിമകൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഒരുപാട് മെസ്സേജുകൾ വന്നു. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹ്യൂജ് ആണ് നമ്പർ. അപ്പൊ എനിക്കത് മൊത്തത്തിൽ റിപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരുപാട് സെലിബ്രിറ്റികളും മെസ്സേജ് ചെയ്തു. ഞാൻ അവരുടെ പ്രൊഫൈലൊക്കെ നോക്കുമ്പോൾ അവർ 1 മില്യൺ ഫോളോവേഴ്സ് ഒക്കെ ഉള്ള ആക്ടേഴ്സ് ഒക്കെയാണ്. പക്ഷെ നമ്മള് അത്ര കുറെ കാലമായിട്ട് പണ്ട് എല്ലാ സിനിമയും കാണുമായിരുന്നു. പക്ഷെ ഇപ്പൊ കുറെ മെയിൻ ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകൾ മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് എനിക്ക് അവരെ മനസ്സിലാവാതെ പോയതാണ്. പക്ഷെ അവരെല്ലാം വലിയ അവിടെ എന്നൊക്കെ ഫോളോവേഴ്സ് ഉള്ള ആളുകളാണെന്നുള്ളത് എനിക്ക് അത് കണ്ടപ്പോഴാണ് മനസ്സിലായതൊക്കെ. അപ്പം അങ്ങനെ അത് ഭയങ്കര ചില്ലാണ് സംഭവം. അപ്പൊ ജോജു ചേട്ടൻ രജനി സാറിനെ പറ്റി കണക്ട് ചെയ്ത് വെച്ചിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പൊ ഞാനൊരു അടുത്തൊരു പ്രൊഫൈലിൽ വായിച്ചതാണ്. ജോജു ചേട്ടന്റെ ഫസ്റ്റ് ടോക്കിംഗ് പാർട്ട്, ഫസ്റ്റ് ഡയലോഗ് ദാദാ സാഹിബില്
മമ്മൂക്കാന്റെ അടുത്ത് പറഞ്ഞ ഒരു ഡയലോഗാണ്. അത് എനിക്ക് 2000 ആണെന്ന് തോന്നുന്നു സിനിമ, ഒരു 20 years മുമ്പ് ഇറങ്ങിയ ഒരു സിനിമയാണ്. അത് കഴിഞ്ഞിട്ട് ഈ കൊല്ലം 99, ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ 1 പോലത്തെ ഒരു സിനിമയില് ഡയലോഗ് അല്ല, ഇപ്പോ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ തന്നെ ഒരു റെസ്പെക്റ്റും പേടിയും തർക്കിച്ചൊക്കെ സംസാരിക്കാൻ ഒരു ഫ്രീഡം കൊടുക്കുന്ന ഒരേ ഒരു ക്യാരക്ടറാണ് ആ സിനിമയിൽ. അപ്പോ അങ്ങനത്തെ ഇതൊക്കെ സത്യം പറയട്ടെ, ഇതൊക്കെ നമ്മൾ സിനിമയില് ഇതുപോലത്തെ ഒരു ട്രാജക്ടറി, ഒരു സ്ട്രഗ്ലിംഗ് ആക്ടർ അവസാനം അതേ സ്ട്രഗ്ലിംഗ് ആക്ടറിന്റെ ഹീറോനെ തർക്കിച്ച് സംസാരിക്കുന്ന പോലെ ഡയലോഗ് ക്ലൈമാക്സിൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് ക്ലീശയാണ്. പക്ഷെ ഇതൊക്കെ ശരിക്കും ലൈഫിൽ സംഭവിക്കുമ്പോൾ എന്താണ് അതിന്റെ ഒരു ഫീലിംഗ്? നമ്മളിതിനെ ഭാഗ്യം എന്നല്ലാണ്ട് എന്താ വിളിക്കാൻ പറ്റുക? സത്യം പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെയല്ലേ അതിന് അൾട്ടിമേറ്റ് ആയിട്ട് അത് അങ്ങനെ ഭയങ്കര ഭാഗ്യം എന്നല്ലാതെ. ഇത് ഇപ്പൊ മമ്മൂക്കേനെ ലാലേട്ടനൊക്കെ തന്നെ ഇപ്പോഴും എനിക്ക് കണ്ടാൽ നമ്മള് കണ്ട് എക്സൈറ്റ്മെന്റ് മാറിയിട്ടില്ല ഇവരെയൊന്നും. ഇപ്പോഴും ഇവരെയൊക്കെ കണ്ടാൽ ഇപ്പോഴും ആ ഒരു എക്സൈറ്റ്മെന്റ് പഴയത്, അത് ഇവരെ കാണുമ്പോൾ ഇവര് ചെയ്ത കഥാപാത്രങ്ങളൊക്കെ തന്നെ നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെ പോകും. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ കാർത്തിയുടെ അടുത്ത് പറഞ്ഞ ഒരു കാര്യം, ചെന്നൈയിൽ വരുമ്പോൾ എനിക്ക് തലവരുടെ അടുത്ത് ഒരു ഫോട്ടോ എടുക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നേരിട്ട് ഒന്ന് കണ്ടിട്ടില്ല. എനിക്ക് വെറുതെ ഫോട്ടോ അല്ല, എന്തെങ്കിലും സംസാരിക്കണം എന്നും ഒക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്, മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുന്ന സംഭവം ഭയങ്കര ഹാപ്പിയാണ്. അത് എന്താ പറയാ, നമ്മള് സ്വപ്നം കണ്ടതിന്റെ മേലെയാണ് കാര്യങ്ങൾ സംഭവിക്കുന്നത്. പിന്നെ അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഇപ്പൊ തിരിച്ച് നമ്മൾ ജഗമേന്ദ്രത്തിലോട്ട് വരുമ്പോഴും മമ്മൂക്കയുടെ കൂടെ ഉള്ള കാര്യം പറയുമ്പോഴും സംഭവിച്ചൊരു വലിയൊരു കാര്യം വെച്ചാൽ ഇവര് രണ്ടുപേരും, ഇപ്പൊ ധനുഷ് സാറായാലും മമ്മൂക്ക ആയാലും നമ്മൾ അഭിനയിക്കുന്ന സമയത്ത് എന്റെ ഉള്ളിൽ ഞാൻ ഇവരെ ഭയങ്കര സ്റ്റാർ ആയിട്ട് ഈ രണ്ടുപേരെയും കണ്ടിട്ടുള്ളത്. ഭയങ്കര വലിയ അവര് വലിയ ആൾക്കാരാണല്ലോ, വലിയ സ്റ്റാർസ് ആണ് അവര്. അവരുടെ സിനിമകൾ വലിയ സിനിമകളാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ രണ്ടുപേരെ. അപ്പൊ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ കോ ആക്ടർ ആണെന്നുള്ള ലൈനിലല്ല നമ്മൾ അവിടെ വരുന്നത്. ഇവരെ ഒരു ഫാൻ ബോയ് ബേസിൽ തന്നെയാണ് കാണുന്നത്. അപ്പൊ ഇവര് രണ്ടുപേരും ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ രണ്ട് സിനിമയിലും നമ്മളുടെ എക്സൈറ്റ്മെന്റും നമ്മളെ കൂളാക്കുന്ന ഒരു സമീപനം. നമ്മളോട് വളരെ കൂളായിട്ട് സമീപിക്കുമ്പോൾ നമ്മൾ ഭയങ്കര കൂളാവും, അവർ ഭയങ്കര കംഫർട്ടബിൾ ആക്കും. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമ്പോഴാണ് ഈ രണ്ട് പടവും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻ തന്നെയാണ്. കാരണം കോ ആക്ടേഴ്സിന് കൊടുക്കുന്ന ഒരു സ്പേസ് ഉണ്ടല്ലോ, ഇപ്പൊ അവരെ കംഫർട്ടബിൾ ആക്കുന്ന ഒരു കാര്യം. ജയമേതന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഞാൻ തമിഴ് ആദ്യമായിട്ട് സംസാരിക്കുന്നതാണ്. അപ്പോ ഒരു കൊച്ചുകുട്ടീനെ പഠിപ്പിക്കുന്ന പോലെയാണ് അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും എല്ലാവരും എന്നെ ഡീൽ ചെയ്തത്, തമിഴ് പറഞ്ഞു തന്നും ഓരോ കാര്യങ്ങളും. അപ്പൊ ആ ഒരു ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു ആ ഒരു കാര്യം. പിന്നെ ഇതെല്ലാം സംഭവിക്കുന്നത് ഒരു പ്ലാനിങ്ങിന്റെ ബേസിലോ ഒന്നും അല്ലാതെ നടക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ലക്കിയാണ് ഞാൻ. ഭയങ്കര ഭാഗ്യം ഭയങ്കരമായിട്ട് ഉണ്ടെന്ന്. നമ്മൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുക. ഞാൻ ആകെ സിനിമ ബേസ് ചെയ്ത് മാത്രമേ എന്റെ ജീവിതത്തിൽ ആഗ്രഹങ്ങളുള്ളൂ. അപ്പൊ അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് താങ്ക് ഗോഡ്. കുറച്ച് പോകാം, നമുക്കൊരു ചെറിയൊരു ഫ്ലാഷ് ബാക്ക് എടുത്തു കഴിഞ്ഞാൽ ജോജു ചേട്ടൻ ആ ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം അല്ലെങ്കിൽ ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ സമയത്ത് എന്താണ് ജോജു ചേട്ടന്റെ ഒരു മൈൻഡ് സെറ്റ്? എന്താണ് ഫ്യൂച്ചർ? അല്ലെങ്കിൽ വീട്ടിൽ എന്താ പോയി പറഞ്ഞു? ബേസിക്കലി ഈ സിനിമയിലോട്ട് കയറുന്ന ഒരു സിറ്റുവേഷൻ എന്താണ്? വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ്? പഠിക്കാനൊക്കെ മിടുക്കനായിരുന്നോ? പഠിക്കാൻ ഞാൻ മിടുക്കനായിരുന്നു. എനിക്കൊരു പ്രേമം ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രായപൂർത്തി ആയാൽ ഉടനടി കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഞാൻ അന്ന്. അപ്പൊ അതിന്റെ ഇടയിൽ രഹസ്യമായിട്ട് സിനിമാ പരിപാടികളുണ്ട്, അത് പുറത്തു പറയാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ നാട്ടിലെ സിനിമ ആ സമയത്തൊക്കെ സിനിമ ഭ്രാന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓടിയും. സിനിമ എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം നമുക്കൊരു റിലീസ് സിനിമ തന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോ അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് പ്രേമം പൊളിഞ്ഞു പോയി. പിന്നെ ആകെയുള്ള പിന്നത്തെ ഒരു സ്വപ്നം സിനിമയാണ്. പിന്നെ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് ശരിക്കും പറഞ്ഞ. എന്റെ കോളേജ് ഈ പഠനം ഹോട്ടൽ മാനേജ്മെന്റ് കഴിച്ച് തന്നെ ഞാൻ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ജീവിക്കണമല്ലോ എന്ന് വെച്ചിട്ടാണ്. അന്ന് ഹോട്ടൽ മാനേജ്മെന്റ് ആയിരുന്നു ഭയങ്കര ട്രെൻഡ്. അന്ന് പത്രത്തിൽ പരസ്യം വരുമല്ലോ, ഹോട്ടൽ മറ്റേ കല്യാണ പരസ്യം വരുന്നത് അങ്ങനെയാണല്ലോ. ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ച ആൾക്കാർക്ക് മുൻഗണന എന്ന് പറഞ്ഞിട്ട് വരുന്ന പത്രപരസ്യം വരുന്നൊരു സമയമായിരുന്നു. അപ്പോ അതുകൊണ്ട് ഞാൻ ഹോട്ടൽ മാനേജ്മെന്റ് പഠിക്കാൻ പോയത്. അത് അതിനെ പ്രത്യേകിച്ച് താല്പര്യമൊന്നും. പിന്നെ എന്റെ അപ്പനും ഒക്കെ ഹോട്ടൽ ഫീൽഡ് ആയിരുന്നു, ഹോട്ടൽ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഉള്ളതുകൊണ്ട് അതിനോട് അങ്ങനെ ചിന്തിച്ചു.
അതൊന്നും ഒരിക്കലും ഐഡിയലായിട്ട് ചിന്തിച്ചില്ല. പക്ഷെ സിനിമ തന്നെയായിരുന്നു. സ്കൂൾ തുടങ്ങിയിട്ട് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ സിനിമ അല്ലാതെ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. അതപ്പോ എങ്ങനെ തുടങ്ങി? അപ്പൊ സിനിമ കാണാനൊക്കെ പൈസ വരുമോ വീട്ടില്? സിനിമ എന്റെ വീടിന്റെ അവിടെ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ഇങ്ങോട്ടും 1 കിലോമീറ്റർ തെക്കോട്ടും 1 കിലോമീറ്റർ വടക്കോട്ടും പോയ 2 തിയേറ്ററാണ്. ചെറിയ ഓല തിയേറ്ററാണ്. ശ്രീമുരുക, ശ്രീകൃഷ്ണ, ഈ 2 തിയേറ്ററാണ് എന്റെ വീടിന്റെ അടുത്തുള്ളത്. ഇവിടെ വരുന്ന സിനിമകളെല്ലാം കാണാൻ എന്റെ അമ്മൂമ്മ, എന്റെ ഒരു കസിൻ ഉണ്ട്. ഇവർ രണ്ടുപേരും നമ്മളെ കൊണ്ടുപോകും ചെറുപ്പത്തില്. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മള് നുണ പറഞ്ഞു പള്ളി പരിപാടി വീട്ടിലൊക്കെ ധ്യാനത്തിന് പോകാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടം. റിട്രീറ്റിന് വിടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണെന്ന് വെച്ചാലും പൊക്കോളാൻ പറയും. അപ്പൊ ഈ പള്ളി പരിപാടി ധ്യാനത്തിന് പോകാന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമ കാണുമ്പോൾ. അപ്പൊ അങ്ങനെ അങ്ങനെ ആദ്യം കണ്ട ധ്യാനത്തിന് പോയി പണ്ട് ആദ്യത്തെ ക്യാപ്റ്റൻ പ്രഭാകരാണ് ശരിക്കും പറഞ്ഞത്. അവിടെ തൊട്ടേ ഉണ്ട് തമിഴ്. അല്ല, ഞാൻ ആദ്യം കണ്ട തമിഴ് സിനിമയ്ക്ക് എനിക്ക് ഓർമ്മയുണ്ട്. അത് കുംഭക്കര തങ്കയ്യ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഞാൻ ആദ്യം കണ്ട തമിഴ് സിനിമ, പ്രഭുസാറിന്റെ സിനിമ. അത് കഴിഞ്ഞ് മലയാളം ആദ്യം കണ്ട പടം ഇരകളും ചിലമ്പുമാണ് ഞാൻ ആദ്യം എന്റെ മനസ്സിൽ ഓർമ്മയുള്ള ആദ്യത്തെ 2 സിനിമകൾ മലയാളം. ഫസ്റ്റ് തന്നെ കെ.ജി. ജോർജും ഭരതനൊക്കെയാ കാണുന്നത്. അല്ല, അത് അന്ന് തന്നെ വീട്ടുകാർ കൊണ്ടുപോയതാ. അത് വീട്ടിൽ നിന്ന് അപ്പന്റെ അമ്മയുടെയും കൂടെ പോയി കണ്ടിട്ടുള്ള സിനിമ. നല്ല സിനിമ ആയതുകൊണ്ട് പോയി കണ്ട. ഈ കുംഭക്കര തങ്കയ്യ എന്നുള്ള സിനിമ കണ്ടത് എന്റെ ജീവിതത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ്. കാരണം നമ്മളോട് ക്രിസ്മസിന്റെ അന്ന് കരോള് നടത്തും. ഈ കരോളിന് പാട്ടൊക്കെ എഴുതിയിട്ട് പോയി കഴിഞ്ഞാൽ പിരിവ് കിട്ടുമല്ലോ, കാശ് കിട്ടും. എന്റെ 2 കൂട്ടുകാരും കൂടി അവരുടെ അമ്മമാരുടെ നൈറ്റി എടുത്തിട്ടിട്ട് ഒരു മുടിയും വെച്ച് കാണുന്നവരുടെ മുന്നിൽ പാട്ടൊക്കെ എഴുതി പൈസ അയച്ചപ്പോ ഒരു 9 രൂപ കണ്ടാണ് കിട്ടിയത്. 3 വെച്ചിട്ട് തിരിച്ചിട്ട് ഞങ്ങള് നേരെ തിയേറ്ററിലോട്ട് ഓടി. അന്ന് പോയി കാണുന്ന സിനിമയാണ് ഈ കുംഭക്കര തങ്കയ്യ എന്നുള്ള സിനിമ. അപ്പൊ അതിലെ പാട്ടൊക്കെയാണ് മറ്റേ കുംഭം കരേ വാഴും തങ്കയ്യ, ആ പാട്ടൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട് അതൊക്കെ. അപ്പൊ അതാണ് നമ്മളുടെ തമിഴ് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടെ ഇപ്പുറത്തെ തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ തമിഴ് സിനിമ വരാം, അവിടെ മലയാളം സിനിമ വരാം. അപ്പൊ ഇത് ഭയങ്കര പണ്ട് മുതലേ തമിഴ് സിനിമ എന്ന് പറയുന്നത് വെൽ ബാലൻസ്ഡ് ആയിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഓടിയിട്ടുള്ളത് 4 ആഴ്ച 5 ആഴ്ച ഓടിയിട്ടുള്ള സിനിമയാണ് ചിന്നത്തമ്പി പണ്ട്. അപ്പൊ എനിക്ക് കിട്ടിയൊരു ഭാഗ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ ഒരേ സമയം മലയാള സിനിമയും തമിഴ് സിനിമയും നമ്മള് കുറെ കഴിഞ്ഞിട്ടാണെങ്കിലും ഇവിടെ എല്ലാ സിനിമയും വരും. ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് കണ്ടോണ്ടിരുന്നോണ്ട് തമിഴ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു ഇപ്പൊ ഹിന്ദിയും തെലുങ്ക് എന്നൊക്കെ പറഞ്ഞ നമ്മള് സിനിമയിൽ വന്നതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുള്ളത്. അല്ലാതെ കണ്ട തമിഴ് ഹിന്ദി സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേസാബ്, ഹമ്മ, അതൊക്കെ ഉള്ളൂ കണ്ടിട്ടുള്ളത്. വളരെ ഇതാണ്, കാരണം അത് ആക്സസിബിൾ അല്ലായിരുന്നു കാണാനായിട്ട്. പിന്നെ കോളേജിൽ സ്കൂള് വിട്ട് കോളേജിലൊക്കെ എത്തുമ്പോഴാണ് ഷാറുഖ് ഖാൻ സിനിമകൾ കണ്ട് നമ്മൾ തുടങ്ങുന്നത്. ദിൽവാലയും ബാസിഗറും അങ്ങനെയൊക്കെയുള്ള സിനിമകളൊക്കെ കണ്ട് അതാണ് എന്റെയൊക്കെ ഒരു സിനിമാ കാഴ്ചയുടെ തുടക്കം. അപ്പൊ കോളേജ് എന്ന് പറഞ്ഞ എറണാകുളത്തായിരുന്നോ? അല്ല, ക്രൈസ്റ്റ് കോളേജ് ഇരിഞ്ഞാലക്കുട, വീടിന്റെ അടുത്ത് ഒരു 20 കിലോമീറ്റർ. അവിടെ ഹിന്ദി സിനിമയൊക്കെ പിന്നെ ഇറങ്ങുന്നതാണല്ലേ? അല്ല, അവിടെ നിന്ന് നമ്മൾ ക്ലാസ് കട്ട് ചെയ്തിട്ട് എറണാകുളത്ത് പോകും. സരിത സംഗീത, അത് മറ്റേ അമീർ ഖാന്റെ പടം ഉണ്ടല്ലോ, അതും ദിൽവാലൊക്കെ ഒരുമിച്ച് ഇറങ്ങിയതാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ആ സിനിമ. അത് രണ്ടും ഒരേ ദിവസം ഇറങ്ങിയത്. അപ്പൊ ഞങ്ങള് ഒരേ ദിവസം, ഞാനും എന്റെ കൂട്ടുകാരും ഒരു ദിവസം പോയി അത് കണ്ടു, പിറ്റേ ദിവസം പോയി മറ്റേ സിനിമ കണ്ടു. എനിക്ക് സിനിമയിൽ ആഗ്രഹം, സിനിമ ഫ്രണ്ട്സിന്റെ അടുത്ത് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്. കളിയാക്കുമല്ലോ, കാരണം എന്റെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഭയങ്കര സുന്ദരന്മാരായിരുന്നു. അപ്പൊ ആ കൂട്ടത്തിൽ ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റ് ഉണ്ട്, വണ്ണം ഇല്ല. അപ്പൊ എന്നെ ഇങ്ങനെ ഇരിക്കും, വര പോലെ ഇരിക്കും. ഞാൻ ഭയങ്കര ഹൈറ്റ് ഉണ്ട്, ഇതില്ല. പക്ഷെ ഇവരോട് ഞാൻ പോയിട്ട് സിനിമ നടനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അന്നേ ഭയങ്കര സ്റ്റൈലായിട്ടുള്ള പിള്ളേരുകളാണ് എന്റെ കൂട്ടുകാരൊക്കെ. അപ്പൊ അതൊന്നും ഞാൻ അവരോട് പറഞ്ഞിരുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ മിമിക്രി ചെയ്യുമായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഇവർക്ക് ഞാൻ എന്റർടൈൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് അറിയാമെന്നല്ലാതെ എന്റെ ശ്രമം ഉണ്ട്. പക്ഷെ ഞാൻ ഇവരോട് അതൊന്നും ഷെയർ ചെയ്തില്ല. എന്നെ കളിയാക്കുമായിരുന്നതുകൊണ്ട് ഞാൻ എന്റെ ആഗ്രഹങ്ങൾ ഒരിക്കലും ഞാൻ ഒരാളോട് ഷെയർ ചെയ്യായിരുന്നു. ഇപ്പൊ ജോജു ചേട്ടന്റെ ഒരു 85 to 95 ആയിരിക്കില്ല ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ഫിലിംസ് അല്ലെങ്കിൽ ഏറ്റവും മോഹിച്ചേക്കുന്ന സിനിമ കണ്ടിട്ടുള്ള ഒരു പീരീഡ് ഏകദേശം ആ ഒരു സമയമായിരിക്കില്ലേ? സിനിമയിലോട്ട് കയറണം തോന്നിക്കാനുള്ള സിനിമകൾ ആ സമയത്ത് റിലീസായ സിനിമകളായിരിക്കില്ലേ? അപ്പൊ ആ ഒരു പീരീഡ് എടുക്കുമ്പോ ഇപ്പൊ ഇത് എനിക്ക് സിനിമ മതിന്ന് തോന്നുന്ന ഒരു 5-6 ഫിലിംസ് ഉണ്ടോ? ഏറ്റവും വലിയ 2 ആൾക്കാരാണ് മമ്മൂക്കയും ലാലേട്ടനും. അന്ന് നമ്മൾ സിനിമ കാണുന്നതിന് എനിക്ക് ഡയറക്റ്റ്
ഇപ്പൊ ഞാൻ ഭയങ്കര ഫിലിം മേക്കറുടെ ഫാനാണ്. ഡയറക്ടേഴ്സാണ് ഞാൻ ആരാധിക്കുന്നതും ഫോളോ ചെയ്യുന്നതും. എല്ലാം ഞാൻ ഡയറക്ടേഴ്സിനെയാണ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ അന്നത്തെ കാര്യം വെച്ചിട്ട് എന്റെ മനസ്സിൽ ഇവര് രണ്ടുപേരുടെ സിനിമകൾ എന്ന് പറയുന്നത്, മമ്മൂക്ക ലാലേട്ടൻ സിനിമകൾ എന്ന് പറയുന്നത് എന്റെ ലൈഫിനേക്കാൾ വലുതായിട്ട് കണ്ടുകൊണ്ടിരുന്ന, ഭയങ്കര ഒരു ഡൈ ഹാർട്ട് ഫാൻ എന്നൊക്കെ പറയില്ലേ, അത്ര എനർജി ഉള്ള ഒരാളായിരുന്നു. പോസ്റ്ററൊക്കെ ഉണ്ടായിരുന്ന, അതായത് അന്ന് കിട്ടാവുന്നത്രയും നാനയും വെള്ളി നക്ഷത്രവും അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും അതിലാണ് നല്ല കളറായിട്ടുള്ള ഫോട്ടോസ് കിട്ടുക. അത് വെട്ടിവെക്കല് മാത്രമല്ല, അതൊക്കെ എന്റെ വീട്ടിൽ ഇങ്ങനെ കെട്ട് കണക്കിന്. അതായത് അതായിരുന്നു എന്റെ ഇൻഫർമേഷൻ ബുക്ക്. എന്തൊക്കെയാ നടക്കണേ എന്നുള്ളതൊക്കെ അറിയാനായിട്ടുള്ളത്. അപ്പൊ ആ ബുക്സ് വായിക്കാൻ, അത് അന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അന്നത്തെ ബാർബർ ഷോപ്പുകളിൽ പോയിരുന്നിട്ട്, കൂട്ടുകാരോടെ പോകുമ്പോൾ പോയിരുന്നിട്ട് എല്ലാം വായിച്ചിട്ടൊക്കെ വരും. ബാർബർ ഷോപ്പില് ഈ ബുക്കുകളൊക്കെ ഉണ്ടാവും. അത് ഭയങ്കര രസം. ആദ്യം നാനയും ഇതൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഭയങ്കര റെയർ ആയിട്ട് മെയിൻ കസ്റ്റമേഴ്സിനെ വായിക്കാനായിട്ട് ഫിലിം ഫെയർ വയ്ക്കും. ഫിലിം ഫെയർ ഭയങ്കര കോസ്റ്റ്ലി ആണല്ലോ. അപ്പൊ നമുക്ക് പബ്ലിക്കിന് വായിക്കാൻ കൊടുക്കില്ല. വലിയ ആൾക്കാർ മുടി വെട്ടാൻ വന്നാൽ മാത്രം കൊടുക്കുന്ന ബുക്കായി അതൊക്കെ നമ്മുടെ നാട്ടില്. അപ്പൊ അതൊക്കെ എടുത്തു വയ്ക്കാം. അതൊക്കെ എന്താ പറയാ, ഭയങ്കര രസമാണ്. അത് ഇപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോ, ദൈവം സഹായിച്ചെങ്കിലും സക്സസ് കിട്ടിയിട്ട് ചിന്തിക്കുമ്പോ പോയ വഴികളൊക്കെ തന്നെ ഇങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ ഞാൻ ഭയങ്കര ഫാനായിരുന്നു. ഫാൻ ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ദിവസം പോയി ഇവരുടെ സിനിമകൾ കാണുകയും കൈയടിക്കുകയും, ഒരു ചെറിയ എനർജി അല്ല ഇവര് നമുക്ക് ഡെലിവർ ചെയ്തിട്ടുള്ളത്. ഈ രണ്ടുപേര് ഡെലിവർ ചെയ്തിട്ടുള്ളത്. എന്നെ പോലെ ഒരുപാട് പേരുണ്ടായിരുന്നു. എന്നേക്കാൾ വട്ടന്മാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതിൽ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വ്യത്യാസം ഉണ്ടായിട്ടുള്ളത്. സത്യം പറഞ്ഞു ചോദിച്ചേട്ടാ, അതേ സമയത്ത് എക്സാക്ട് മമ്മൂക്കയുടെ എത്ര വലിയ ഫാനാണോ അത്രയും വലിയ ഫാൻ തന്നെയാണ് മോഹൻലാൽ സാറിന്റെയും. അല്ലെങ്കിൽ ഒരു വെയിറ്റേജ് ഉണ്ടായിരുന്നു രണ്ടുപേരും വെച്ച് നോക്കുമ്പോ ആ സമയത്ത് അറ്റ്ലീസ്റ്റ്. ആ സമയത്തൊക്കെ വെച്ചാൽ എനിക്ക് ഞാൻ ഏറ്റവും കൂടുതൽ കൈയടിച്ചിട്ടുള്ള സിനിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20-ാം നൂറ്റാണ്ട്, ഭൂമിയിലെ രാജാക്കന്മാര്, ലാലേട്ടന്റെ സിനിമകൾ. അതായത് നമ്മുടെയൊക്കെ ഇവിടുത്തെ, എന്റെ വീട് വളരെ ഒരു ഗ്രാമത്തിലാണ്. അപ്പൊ ഇവിടെ ഈ 17mm മറ്റേ സ്ക്രീൻ കെട്ടിയിട്ട് സിനിമ കാണിക്കുമല്ലോ, സ്ക്രീൻ കെട്ടി 16mm സിനിമ ടൂറില്ല. അപ്പൊ അത് ഈ പള്ളിയിലൊക്കെ പെരുന്നാളിന്റെ അവസാന ദിവസത്തെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ പ്രദർശനമാണ്. അപ്പൊ അന്നൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന മെയിൻ സിനിമകൾ ഇതാണ്. ഈ അങ്ങനെ പള്ളി റിലീജിയസ് ഫിലിംസ്, പള്ളി സിനിമ ഇങ്ങനെ. പിന്നെ എത്ര 20-ാം നൂറ്റാണ്ടൊക്കെ ഞാൻ ഒരുപാട് പടങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുവിധപ്പെട്ട, അതായത് ഈ 20-ാം നൂറ്റാണ്ട് ഈ പരിസരത്തുള്ള എല്ലാ സ്ഥലത്തും സിനിമാ പ്രദർശനം എന്ന് പറഞ്ഞിട്ട് കെട്ടി കാണിച്ചിട്ടുള്ള സിനിമകളാണ് അതൊക്കെ. അപ്പോ ആ സിനിമകളൊക്കെ കണ്ട് നമ്മൾ ഇങ്ങനെ എന്താ പറയാ, എനർജി ഭയങ്കരമായിരുന്നു. ലാലേട്ടന്റെ ഇടിയും അന്നത്തെ അറിയാലോ. അതിപ്പം എനിക്ക് ഇത് കേൾക്കുന്ന ആ ജനറേഷന് ഇത് കൃത്യമായിട്ട് ഇപ്പൊ എന്റെ പ്രായത്തിലുള്ള ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാവുമായിരിക്കും. ഭയങ്കര ഒരു രസം, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ഇവരെല്ലാവരും സിനിമ എന്ന് പറയുന്നത്. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഒരു ഫേസിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേയും കൂടെ IB ശശി ജോഷി ഫാനാണ് അല്ലെ? പിന്നെ വന്ന കാര്യമായിരിക്കും തമ്പി സാറ്, ജോഷി സാറ്, കെ മധു സാറ്. അതായത് ഈ നമ്മള് ഇന്ന് അതിനെ പേരിട്ട് വിളിക്കുന്നത് കൊമേഴ്ഷ്യൽ സിനിമകൾ എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഭയങ്കര ഓളം ഉണ്ടാക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും അത് തന്നെയായിരുന്നു ആ കൊമേഴ്ഷ്യൽ സിനിമകൾ. അതായത് ആ സ്റ്റാർഡവും ആ സിനിമയും തന്നെയാണ് നമ്മളെ ഇതായിട്ടുള്ളത്. പിന്നെ ജീവിതത്തിൽ നമുക്ക് അന്ന് സന്തോഷിക്കാൻ ആകെയുള്ള വിഷയങ്ങൾ എന്ന് പറയുന്നത് സിനിമ കണ്ട് ആസ്വദിക്കുന്നത് മാത്രമാണ്. കാരണം അന്ന് നമ്മൾ ഒരു പെണ്ണിന്റെ പിന്നാലാണെന്ന് നമ്മൾക്ക് പ്രേമമില്ല ആ സമയത്തൊക്കെ. അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ, മീൻസ് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് നമ്മൾ കാണുന്നത് ഈ സിനിമകളിലൂടെയാണ്. പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലുള്ള ചിന്തകളും കാര്യങ്ങളൊക്കെ ഇവര് കാണിക്കുന്നത് കാണുമ്പോൾ ഒരു റിലേറ്റ് ചെയ്യുന്നത് കണ്ടല്ലോ. എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. പീരീഡിനെ പറ്റി പറയുന്നത് ഈ പൊറിഞ്ചു ജോസ് എന്ന് പറഞ്ഞ ഏകദേശം ഒരു 1980s ഒരു മിഡ് 1980s സെറ്റ് ആയിരിക്കുന്ന ഒരു ഫിലിം അല്ലേ. അതില് ഒരു 1980s നടക്കുന്ന ഒരു സിനിമയില് ജോജി ചേട്ടൻ ഒരു ജോഷി ഫിലിമിന്റെ ഹീറോ ആയിട്ടാണ് അഭിനയിച്ചേക്കണേ. മനസ്സിലായോ? അപ്പൊ ജോജി ചേട്ടനെ ഇൻഫ്ലുവൻസ് ചെയ്തേക്കണേ അതേ സിനിമകളിൽ തന്നെ അറ്റ്ലീസ്റ്റ് ഒരു പീരിയഡ് ഫിലിമിൽ ജോജി ചേട്ടൻ ആക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
അല്ലെ? അതൊരു പ്രോപ്പർ ജോഷി ഹീറോ, അതിൽ വേറൊരു ഡൗട്ട് ഇല്ല. പ്രോപ്പർ ജോഷി ഹീറോ ആയിട്ടും ജോയി ചേട്ടന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു മമ്മൂക്ക അല്ലെങ്കിൽ മോഹൻലാൽ അല്ലെങ്കിൽ കുറച്ചും കൂടി മുമ്പാണെങ്കിൽ ഒരു ജയൻ ചെയ്യേണ്ട ടൈപ്പ് ഒരു റോള് ജോയി ചേട്ടന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ എന്താ പറയാ, ഞാൻ പറയല്ലേ, സിനിമയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ക്ലീശയാണ്. അത് എനിക്കതില് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അന്ന് ചാൻസ് ചോദിച്ചൊക്കെ നടക്കുന്ന സമയത്ത് ജോഷി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ജോഷി സാറിന്റെ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജോഷി സാർ ആ സെറ്റിൽ വന്നാൽ ഒരു പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും ഒരു ഏരിയയിൽ. ഭയങ്കര ഒരു സിംഹം വന്നിട്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയാണ് ജോഷി സാറിന്റെ. ജോഷി സാറിന്റെ ഒരുപാട് സിനിമകളിൽ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ടുള്ളത്. ഇത് എന്നെ കാണാൻ പോലും പറ്റത്തില്ല. പ്രജ എന്ന് പറഞ്ഞ സിനിമയിലാണ്, ജോഷി സാറിന്റെ സിനിമയിലാണ് എനിക്ക് കാണാൻ പറ്റും എന്നെ. ഞാൻ അതില് ചെറിയ ഡയലോഗൊന്നുമില്ല, ഒരു വേഷം അഭിനയിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ജോഷി സാറിന്റെ സിനിമയിൽ ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ച പടം റൺ ബേബി റൺ. സച്ചിയേട്ടനാണ് എനിക്ക് ആ റോള്. സച്ചിയേട്ടൻ, മരിച്ചുപോയ സച്ചിയേട്ടൻ വഴിയായിട്ടാണ് ഞാൻ അവിടെ. അപ്പൊ പിന്നെ സെവൻസ് എന്നുള്ള സിനിമയിൽ അഭിനയിച്ചാണ് ജോഷി സാറിന്. അപ്പൊ അതിൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഡയലോഗ്സ് ഒക്കെ ഉള്ള ഒരു വേഷം. അപ്പൊ അങ്ങനെ വന്ന എനിക്ക് പിന്നെ ജോഷി സാറിന്റെ സിനിമയിൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ഇത്രയും ഒരു എനർജി, അത് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതും എന്നെ മോൾഡ് ചെയ്തതും എല്ലാം ജോഷി സാറാണത്. ഇപ്പൊ ഈ ജഗമേതന്ത്രം നടക്കുമ്പോഴും അതിന്റെ എല്ലാ ക്രെഡിറ്റ്സും 100% കാർത്തിക്കാണ്. കാരണം കാർത്തിയാണ് അത്. ഞാൻ അവരുദ്ദേശിച്ച ലെവലിലോട്ട് നിന്നു കൊടുത്തു എന്നുള്ളതല്ലാതെ ഈ 2 സിനിമയിലും ഒറിജിനൽ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനത്തെ ഒരു കൾച്ചറിൽ വളർന്ന ഒരാളാണ്. എന്റെ നാടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇടിയുടെ നാടാണ്. ഇടിയും പെരുന്നാളും അതൊന്നും ഇവിടെ ചുറ്റും എന്റെ കസിൻസും എന്റെ അച്ഛന്മാരൊക്കെ പുറിഞ്ചുമാരാണ്. കാരണം അപ്പൊ അങ്ങനത്തെ അതെ അങ്ങനത്തെ അങ്ങനെയാണ് ഇവിടെ. പക്ഷെ ഇടിയാണ്, മറ്റേ കത്തിക്ക് കൂത്തുന്ന പരിപാടിയൊന്നുമില്ല. പ്രശ്നം വന്ന് തല്ലി തീർക്കും. അത് അങ്ങനെയാണ്. അതിപ്പോ ബന്ധുക്കളായാലും അങ്ങനെ തന്നെയാണ്. പിറ്റേ ദിവസം രാവിലെ ഇവര് തമ്മിൽ കെട്ടിപ്പിടിക്കുകയും ചെയ്യും. പിന്നെ വലിയ 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 കഥകളാണ് അതൊക്കെ. അപ്പൊ ഇതൊരു മറ്റേ കോളേജിൽ പോകുന്നുണ്ട്, അത് എങ്ങനെയെങ്കിലും ഒക്കെ തീർക്കണം, അത്രയേ ഉള്ളൂ ആ മനസ്സില് ആ സമയത്ത്. അല്ല, കോളേജിൽ പോകുന്നതേ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്റെ വീട്ടിൽ നിന്ന് 25 കിലോമീറ്റർ പോയാൽ ഒരു ടൗണിലാണ് കോളേജ് ഉള്ളത്. വീട്ടിൽ നിന്ന് പോകാനുള്ള ഒരു വഴി കോളേജും പഠനം മാത്രമേ ഉള്ളൂ. കോളേജ് ഒന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ല. ശേഷം സ്ക്രീനിൽ എന്ന് പറഞ്ഞിട്ട് മറ്റേ ശ്രീനിയേട്ടൻ മറ്റേ നാടോടിക്കാരിലെ ലാലേട്ടനോട് പറഞ്ഞിറങ്ങിപ്പോയ പോലത്തെ പരിപാടിയായിരുന്നു എന്റെ. കാണിച്ചു തരാണെന്ന് പറഞ്ഞു പോയതാ. എവിടെ എന്നിട്ട് എവിടേക്ക് പോയി? എറണാകുളത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു പ്രോപ്പർലി? പിന്നെ എറണാകുളമായിരുന്നു. എറണാകുളത്ത് പോയി കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പരിപാടി കൊണ്ടൊന്നും എനിക്ക് എന്റെ 7 അയൽവക്കത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ നടന്ന് ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ഒരു സീരിയൽ സെറ്റപ്പിൽ ഞാൻ ഏകദേശം 1 വർഷത്തിന്റെ അടുത്ത് അഭിനയം എന്നുള്ളത് സൈഡാക്കിയിട്ട് ഞാൻ ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പോയി. അപ്പോഴാണ് എനിക്ക് കുറച്ച് ഇതെന്താണ്, ഏതാണ്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതിന്റെ ഒരു ബേസിക് കിട്ടിയത്. പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങള് ഇപ്പോഴും അപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ സമയത്ത് ജോയി ചേട്ടൻ ഇപ്പൊ പ്രൊഡ്യൂസറാണ്. അപ്പൊ വേറൊരു ക്വസ്റ്റ്യൻ ഇതായിട്ട് വരുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഒരു സ്ട്രഗ്ലറിന്റെ ലൈഫ് എന്താണ്? എന്തായിരിക്കും ഒരു ദിവസേന എത്ര രൂപ കിട്ടും? അല്ലെങ്കിൽ ഒരു മാസം എങ്ങനെ ജീവിക്കാൻ പറ്റും ആ സമയത്ത് ഒരു സ്ട്രഗ്ലർ ആണെങ്കിൽ? എന്റെ പേഴ്സണൽ ലൈഫ് ഭയങ്കര സങ്കടകരമായിരുന്നു. പക്ഷെ ഇത് ഇപ്പൊ മീൻസ് എന്റെ സാഹചര്യങ്ങൾ, എന്റെ വീട്ടിലെ സാഹചര്യങ്ങള്, എന്റെ അവസ്ഥകള്, ഇതെല്ലാം. പക്ഷെ സിനിമയുമായി ബന്ധപ്പെട്ട് എനിക്ക് സങ്കടകഥകൾ പറയാനില്ല. ആകെ സന്തോഷിച്ചിരുന്നത് ഈ സെറ്റിൽ പോകുന്നതും ഇങ്ങനെയൊക്കെയുള്ള കാഴ്ചകൾ കാണുന്നതുമായിരുന്നു. എന്തെങ്കിലും ഒരു ദിവസം നമ്മള് ഒരു അവസരം കിട്ടുമെന്ന് വെച്ചിട്ട് അവിടെ നമ്മൾ ദുഃഖിച്ചിരുന്നിട്ടില്ല. ഒരു സെറ്റിൽ പോയാൽ ഫസ്റ്റ് ഡയറക്ടറായിട്ട് പോകുമ്പോഴും എന്റെ പേഴ്സണൽ ഇതിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടാവും. ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലെ മൂത്ത മകൻ നന്നായിട്ട് അദ്ദേഹം പഠിക്കുവായിരുന്നു, ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ നടക്കുന്നു എന്നുള്ള ഒരു വാക്ക് നാട്ടുകാരിൽ നിന്നും എല്ലായിടത്തും കേൾക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഞാൻ ഇങ്ങനെ എത്തുമെന്ന് എനിക്ക് ഉറച്ച് വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല അന്ന് നടക്കുന്നത്. നമ്മൾ ആവും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. അപ്പൊ ആ പ്രതീക്ഷ എത്ര പേരെ കൺവിൻസ് ചെയ്യാൻ പറ്റും? അപ്പൊ അതൊന്നും എന്താ പറയാ. പക്ഷെ അതെന്നെ എനിക്ക് എന്റെ അപ്പനും അമ്മയും ഫ്രീഡം തന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു. ഇപ്പൊ ഞാൻ അവരെ ഏറ്റവും കൂടുതൽ പൊന്നുപോലെ നോക്കുന്നതിന്റെ കാര്യവും അതാണ്. കാരണം അന്ന് അവരെനിക്ക് എന്നെ വേണമെങ്കിൽ അവർക്ക് മൂക്കയർ ഇടാമായിരുന്നു.
പക്ഷെ അവരെന്റെ ഒരു ആഗ്രഹത്തിന് മൂക്കയറിയിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. ഭയങ്കര അലമ്പായിരുന്നു ഇന്നത്തെ ലൈഫിന്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ സന്തോഷിച്ചിരുന്ന ഒരു ഏരിയ ഇതായിരുന്നു. സിനിമ സെറ്റുകളിൽ പോകുന്നതും സിനിമയായിരുന്നു മനസ്സിലുള്ള ഏറ്റവും വലിയ സന്തോഷം. അല്ല, അപ്പൊ അപ്പനും അമ്മയും ആ സമയത്ത് സപ്പോർട്ടൊക്കെ തന്നെയായിരുന്നു. ഈ റിലേറ്റീവ്സ് പറയും അതല്ലാണ്ട് ഞാൻ ഇവർക്ക് പ്രതീക്ഷ നാളെ എന്ന് പറഞ്ഞ പ്രതീക്ഷ കൊടുത്തോണ്ടിരിക്കും. എന്റെ വീട്ടുകാർക്കായാലും എല്ലാവർക്കായാലും ശരിയാവും. അപ്പൊ അത് വിശ്വസിച്ച് അവര് ശരിയാവുമായിരിക്കും അവർക്കും തോന്നിയിട്ടുണ്ടാവും എപ്പോഴെങ്കിലും. പക്ഷെ അതെന്റെ ഒരു 35 വയസ്സ് വരെ അങ്ങനെയായിരുന്നു എന്റെ ജീവിതം. എപ്പോഴാണ് അപ്പൊ ഒരു കല്യാണത്തിനൊക്കെ പോയാ അല്ലെങ്കിൽ വീട്ടിലത്തെ എന്തെങ്കിലും ആ ഒരു മരണത്തിനും എല്ലാം പോയി കഴിഞ്ഞാൽ ഈ ആൾക്കാരുടെ ഒരു പുച്ഛം, ആ ഒരു സ്റ്റേജിൽ നിന്ന് ഒരു റെസ്പെക്റ്റും ഒരു സന്തോഷവും, ഇത് ജോജു എന്റെ അളിയനാണ് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങിയേക്കണ ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ ഉണ്ടാവും? ആ ഒരു ട്രാൻസിഷൻ നല്ല ഒരു സ്വീറ്റ് റിവെഞ്ച് ആണോ അതൊക്കെ? റിവെഞ്ച് അല്ല, അത് ഭയങ്കര രസമാണ്. അതായത് പട്ടാളം എന്നുള്ള സിനിമയാണെന്ന് തോന്നുന്നു എന്റെ ജീവിതത്തില്. നാട്ടില് അവൻ സിനിമയിൽ ഡയലോഗ് പറഞ്ഞു എന്നുള്ള ഒരു ന്യൂസ് വന്ന് തന്നെ ഒരു സിനിമാ നടൻ എന്നുള്ള ലെവലില് ആളുകൾ ഇങ്ങനെ നോക്കി തുടങ്ങിയത് പട്ടാളം എന്നുള്ള സിനിമയിലാണ്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ ഞാനിങ്ങനെ ഒരു കല്യാണത്തിന് ഒക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ തന്നെ കൂട്ടുകാര് സിനിമാ നടൻ വന്നേ എന്ന് പറഞ്ഞിട്ട് കളിയാക്കിയിട്ടൊക്കെ പോവും. കാരണം ഞാൻ അന്ന് സിനിമാ നടന്റെ പോലെ തന്നെ ചെല്ലുള്ളൂ. ഒരു ഫംഗ്ഷൻ, ഒരു കല്യാണത്തിനൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ സിനിമാ നടനാണല്ലോ. അപ്പൊ എന്നിട്ട് അതിന്റെ ഒരു സിനിമാ നടൻ എന്ന് തോന്നിക്കാൻ പ്രത്യേക കളർ ഷർട്ട്, പ്രത്യേക ഒരു ഡ്രസ്സിംഗ് കോഡൊക്കെ ഇട്ട്, കൂളിംഗ് ഗ്ലാസ് ഇല്ല, ആ പരിപാടിക്ക് പോയിട്ടില്ല. എന്നാലും അതിന്റെ വേറൊരു തെറ്റില്ലാത്തൊരു അലമ്പ് വേഷത്തിൽ തന്നെയായിരുന്നു ഞാൻ പോയിരുന്നത്. അപ്പൊ എന്നെ ഭയങ്കരമായിട്ട് കളിയാക്കും എല്ലാവരും. അപ്പൊ ഞാൻ ആ വേഷം മാറ്റിയിട്ട് വളരെ സൈലന്റ് ആയി നോക്കി. അപ്പോഴും കളിയാക്കും. എനിക്ക് തോന്നുന്നു എന്നെ ഇപ്പോഴും എന്റെ നാട്ടിലൊന്നും ഒരാളും ഇതുവരെയ്ക്കും, എന്റെ നാട്ടിൽ ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ട് നടന്നിരുന്നത് പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടൊന്നും വലിയ കാര്യമായിട്ട് അഭിനന്ദിച്ചിട്ടൊന്നുമില്ല ഇതുവരെ. ഇപ്പോഴും ഇല്ല അത്. എനിക്കത് വേണമെന്നില്ല അത്. കാരണം അതെന്ന് വെച്ചാൽ അവരുടെ നാട്ടിൽ കാണുമ്പോൾ അവരുടെ നാട്ടിലൊരാളായിട്ട് കാണുന്നു, അവൻ സിനിമയിൽ പോയി അഭിനയിച്ചു, അവൻ രക്ഷപ്പെട്ടു എന്നുള്ളതല്ലാതെ അതിനെ ഇപ്പോഴും വലിയ അംഗീകാരത്തിന്റെ പാതയില് അങ്ങനെ എനിക്ക് വലിയ, നമുക്ക് അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പോഴും ഇല്ല. ഇപ്പോഴും എന്നെ ഒരുപാട് പേര് എന്താ പറയാ, ഒരു ഭാഗ്യത്തിന്റെ കണ്ണിലൂടെ അങ്ങനെ രക്ഷപ്പെട്ടു പോയി, നമ്മൾ ഇത്ര ഹാർഡ് വർക്ക് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യത്തിന്റെ ഇതായിട്ട് ഭാഗ്യമുണ്ട് 100%. പക്ഷെ അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഈ ഫാമിലിക്കാർ അവർക്കൊക്കെ ഇപ്പോൾ റെസ്പെക്ട് സ്നേഹമൊക്കെ ആയില്ലേ, റിലേറ്റീവ്സും കസിൻസും അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ? പിന്നെ അത് എന്റെ ഉണ്ട്, ഒക്കെയാണ്. അല്ല, അപ്പൊ ഇതിനിടയ്ക്ക് ഞാൻ കഴിഞ്ഞോണേ ജോയിച്ചേട്ടൻ ചോദിക്കാൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ്. ഇതിപ്പോ ഈ ഇത്രയും കാലം വെയിറ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു ഇത്ര 18 കൊല്ലം പോരാൻ തോന്നല്ലേ അത്രയും ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 25 വർഷത്തോളമായി. 18 വർഷത്തോളമായിരുന്നു ഞാൻ ഈ നമ്മളുടെ ഈ ചെറിയ 10 വർഷത്തോളം നമ്മളെ ആരും അറിയാത്തൊരു ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. 8 വർഷത്തോളം ഞാനൊരു ചെറിയ വേഷങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു. ചെറിയ ഒരു ഡയലോഗ് 2 ഡയലോഗിന്റെ ആളായിരുന്നു. അപ്പൊ ഈ ഇത്രയും പീരീഡിനിടയ്ക്ക് ഒരു എത്ര പ്രാവശ്യം ഇത് നിർത്തി എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്? ഒരേ തവണ മാത്രം പോയിട്ടു, ഒറ്റ തവണ മാത്രം. എന്താ പറ്റിയത് ആ തവണ? ഞാൻ പറഞ്ഞിട്ടുള്ള കേസാണ്. ഞാൻ മക്കൾ ഉണ്ടായി കഴിഞ്ഞപ്പം പിന്നെ പിള്ളേരെ പഠിപ്പിക്കണമല്ലോ, സ്കൂൾ ഫീസ് അടയ്ക്കണം. അപ്പൊ പഴയ പോലെ പറ്റാണ്ടായി, ഭയങ്കര പ്രശ്നമായി സാമ്പത്തികമായിട്ട്. പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് നിർത്താമെന്ന് ഒരു 3 മാസക്കാലം ഞാനൊരു ഗ്യാപ്പ് എടുത്തിട്ടുണ്ട്. 3 മാസം എടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും എനിക്ക് രാജാതിരാജ എന്നുള്ള സിനിമ വന്നു. പിന്നെ ഞാൻ അതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല. 3 മാസം എങ്ങനെയായിരുന്നു മൈൻഡ് സെറ്റ്? എങ്ങനെയായിരുന്നു ആ സമയത്ത്? ഭയങ്കര നിരാശയായിരുന്നു. ഭയങ്കര ഡസ്റ്റ് പഠിച്ചിട്ടുള്ള സാധനമാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിതിപ്പോ വിചാരിക്കുന്ന നമുക്കിതൊരു സാച്ചുറേറ്റ്, ഇപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും എനിക്ക് എന്റെ ഒരു ചുറ്റുപാടുണ്ടല്ലോ, ഞാൻ അറിയുന്ന കുറച്ച് ആൾക്കാർ, എനിക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സുഹൃത്തുക്കളും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സിനിമാ ബന്ധങ്ങളെ എനിക്കുള്ളൂ. നമ്മൾ ഇത്ര വർഷം കൊണ്ട് എനിക്ക് എല്ലാവരെയും എനിക്ക് അറിയാമെങ്കിലും ഞാൻ കോണ്ടാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പൊ ആ ചുറ്റുപാടിൽ നിന്ന് നിൽക്കുമ്പോൾ പോലും ഒരിക്കൽ പോലും അവിടെയും ഹാപ്പി ആയിട്ട് നമ്മളെ നിർത്തുന്ന ഒരു സിറ്റുവേഷൻ അതില്ല. അങ്ങനെ ഒരു സംഭവം ഇല്ല. നമ്മൾ രക്ഷപ്പെട്ടു എന്നതിന്റെ പേരിൽ എനിക്കും എന്റെ മക്കൾക്കും എന്റെ ഭാര്യയ്ക്കും സന്തോഷിക്കാന്നല്ലാതെ ഇപ്പൊ നമ്മളെ
എന്താ പറയാ, ഭയങ്കര സങ്കടകരമായ അവസ്ഥ ഇപ്പോഴും ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര അവമാനങ്ങളുടെയും പുച്ഛത്തിന്റെയും കഥകളും കാര്യങ്ങളും ഒക്കെ, ഉപദ്രവിക്കലിന്റെയും ഒക്കെ അവസ്ഥ അത് ഇപ്പോഴും ഉണ്ട്. അതില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അത് വേറെ രീതിയിലാണത്. അത് ഒരാൾക്കാരിൽ നിന്ന് മാറി വേറെ സ്ഥലത്ത്. മറ്റേ നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാർ കുറച്ചും കൂടെ ഹൈ ലെവലായെന്ന് മാത്രമല്ലേ. ഹൈ ലെവൽ എന്നുള്ളതല്ല, അത് എന്തിന്റെ ബേസിലാണ് ഇത് സംഭവിക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. നമ്മളിങ്ങനെ എനിക്കെതിരെ വരുന്ന പരാതികൾ, കംപ്ലൈന്റ്സ് അതൊക്കെ കൂടി. അപ്പൊ ഞാൻ എന്റെ സഹപ്രവർത്തകരുടെ അടുത്ത്, അറിയുന്നവരുടെ അടുത്ത് പറയും അത് വളർച്ചയുടെ ഭാഗമാണെന്ന് പറയും. അതെന്തൊരു അലമ്പാണത്. മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറിയിട്ട് ഒരു നമ്മളായിട്ട് കണക്ഷൻ ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ കയറി കളിക്കാൻ നോക്കുക എന്ന് പറയുന്നത് ഭയങ്കര അലമ്പല്ല. ഞാനൊന്നും ഒരാളുടെ ജീവിതത്തിൽ കയറിയിട്ടൊന്നും ഒരിക്കലും അഭിപ്രായം, എന്റെ ഭാര്യയോട് പോലും ഞാൻ ഭാര്യയോടടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അവളുടെ നിനക്ക് എന്താണ് ഇഷ്ടം നീ അത് ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. അതെന്റെ അനിയനോടായാലും എന്റെ മക്കളോടായാലും. കാരണം അവരുടെ ജീവിതം, ഒരാളുടെ ജീവിതത്തിലും നമുക്ക് തലയിടാനായിട്ട് അവകാശമില്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കൺട്രോൾ ചെയ്യാൻ പണ്ട് ഭയങ്കര കൺട്രോളിങ് ആയിരുന്നു ഞാൻ പറയുന്ന പോലെ എന്നുള്ള ലെവലിൽ ജീവിച്ചു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും അല്ല ഇപ്പൊ ജീവിക്കുന്നത്. അങ്ങനെ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പേര് കയറി ഇതുണ്ടാക്കുന്നു. ഓടി ഒളിക്കാവുന്നതിന്റെ മാക്സിമം ഓടി ഒളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അത്ര സൈലന്റ് ആണ് ഇപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ജോയിച്ചേട്ടാ, ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ട് ഇത്രയും കഷ്ടപ്പെട്ട്, ഇതൊരു ഇപ്പൊ ഒരു സാധാരണ ലെവൽ കഷ്ടപ്പാടൊന്നുമല്ല. ഇത് ഡോക്ടർ ആണെങ്കിൽ ഇപ്പൊ MBBS, MD, FRCS ഇതൊക്കെ കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ട ഒരു മനുഷ്യനല്ലേ. ഇത്രയും കൊല്ലം ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഒരാള് ഒരു എസ്പെഷ്യലി സിനിമ പോലത്തെ ഒരു ഇൻഡസ്ട്രിയിൽ സക്സസ് ആവുമ്പോ നമ്മളെ ഒരു ബിറ്റർ അല്ലെങ്കിൽ ഒരു ഭയങ്കര ഒരു ബിറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഒരു മോശമായിട്ട് ഒരാളാവാണ്ട് ഇത്രയും കൊല്ലം മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടോ? ഭയങ്കര ഒരു മോശം പേഴ്സൺ മാറാണ്ട് ഇത്രയും കൊല്ലം നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഒരു കാര്യത്തെ കുറിച്ച് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. ഇപ്പോഴും അപ്പോഴും എപ്പോഴും സിനിമ എന്ന് പറയുന്നതിനെ അതിൽ ഉറച്ചു വിശ്വസിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും അതിനുവേണ്ടി മാത്രമുള്ള ശ്രമങ്ങളല്ലാതെ ഞാൻ വേറെ ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. കാരണം എനിക്ക് സന്തോഷം അതാണ് തരുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കിപ്പോ ഒരു സിനിമയുടെ സെറ്റിൽ പോകുമ്പോൾ അല്ലെങ്കിൽ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭിനയിക്കുമ്പോൾ അതുമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ മാത്രമാണ് എനിക്ക് സന്തോഷം കിട്ടുന്നത്. അത് ചിലപ്പോ ഒരു വട്ടായിരിക്കാം, പക്ഷെ ആ വട്ടാണ് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പം വിശാലമായിട്ട് സംസാരിക്കുന്നത് തന്നെ നമ്മൾ സിനിമയാണ്. അല്ലെങ്കിൽ ഞാൻ വിശാലമായിട്ട് സംസാരിക്കാൻ തന്നെ സാധ്യത ഉണ്ടാവില്ല ചിലപ്പോൾ. സിനിമയാണ് നമ്മളെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്റെ എല്ലാ കണക്ഷൻസും അങ്ങനെയാണ്. എന്റെ ഫാമിലി ഒഴിച്ച് ബാക്കി നോക്കിക്കഴിഞ്ഞാൽ എന്റെ സുഹൃത്തുക്കൾ സിനിമ വഴിയാണ്. ഞാൻ എല്ലാം അങ്ങനെയാണ്. എന്റെ സ്കൂളിൽ പഠിച്ചിരുന്ന 1-2 കൂട്ടുകാർ മാത്രമാണ് ആകെയുള്ള എന്റെ സൗഹൃദ വലയത്തിലുള്ളത്. പണ്ടത്തെ എന്റെ കൂട്ടുകാർ, അവരോട് സംസാരിക്കുന്നതും അവരും ഒന്നാലും സംസാരിക്കുന്നത് സിനിമയാണ്. അപ്പൊ ഞാനിപ്പോ അതിൽ ഭയങ്കര നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനുള്ള കൊതി ഇപ്പോഴും മാറിയിട്ടില്ല. ഇനിയും അഭിനയിക്കണം, നല്ല രസമുള്ള വേഷങ്ങളൊക്കെ ചെയ്യണം. നമുക്കിപ്പോ കുറച്ച് ലൈഫ് എന്ന് മാറി കുറച്ച് ഒരു ആക്ടിങ്, ജോയിച്ചേട്ടന്റെ ഒരു ആക്ടിങ്ങിനെ പറ്റി കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പൊ എങ്ങനെ ജോയിച്ചേട്ടന്റെ ഒരു ആക്ടിങ്ങിനെ ഒന്ന് അനലൈസ് ചെയ്യുമ്പോ ഈ ഇത്രയും കൊല്ലം ബാക്ക്ഗ്രൗണ്ടിൽ എന്തൊക്കെ വർക്ക് നടന്നിട്ടുണ്ട്? ഇപ്പൊ സെറ്റിൽ പോണു, അതൊരു ഫുൾ ഡേ പണിയല്ലേ. ഒരു സെറ്റിൽ പോണു, റോള് ചോദിക്കണു, വേറെ ആക്ടേഴ്സ് അഭിനയിക്കണ കാണുന്നു. ഇതല്ലാണ്ട് വേറെ എന്തൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും ഇമ്പ്രൂവ് ചെയ്യാൻ ആസ് എൻ ആക്ടർ, അല്ലെങ്കിൽ ഇത്രയും സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്? അതൊരു ഞാൻ എന്നെ സിനിമ അഭിനയിക്കാനായിട്ടൊക്കെ ഞാൻ അവസരമൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് ലൊക്കേഷനിൽ ചെന്ന് അഭിനയിക്കുമ്പോൾ ശരിയാവാതെ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാൻ ഡയലോഗ് പറയുന്നത് ഒന്നും ശരിയാവാതെ തന്നെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അപ്പൊ എന്നെ പറഞ്ഞു വിടുമ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചമ്മലാണ്. ഈ മൊത്തം സെറ്റിന്റെ മുന്നിൽ ഒരാൾ അഭിനയിച്ചിട്ട് ശരിയാവാതെ അയാൾ അവിടെ നിന്ന് ഏൽപ്പിച്ചിട്ട് അസിസ്റ്റന്റ് ഡയറക്ടർ വന്നിട്ട് ചെവിയിൽ പറയുന്ന 1 മിനിറ്റ് വരുമോ എന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തി സംസാരിച്ചിട്ട് അവിടെ നിന്ന് വിട്ടിട്ട് വേറെ ആളെ വിളിച്ച് അപ്പൊ തന്നെ സീൻ ചെയ്യിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് സംഭവിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എന്റെ മനസ്സിൽ സങ്കടത്തിനേക്കാൾ ഉപരി ഞാനൊരു റിയലൈസ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ ചെയ്തത് ശരിയായിട്ടില്ല, അത് സത്യമാണ്. അപ്പൊ അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ എനിക്ക് കാണിച്ചു തരാടാ നിന്നെ എന്നുള്ളൊരു ഭാവമല്ലേ എനിക്ക്. നിന്നെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം, ഒരു ദിവസം എനിക്ക് വരും, അങ്ങനെയില്ല. പക്ഷെ അങ്ങനെ പറയുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇറങ്ങി പോകുന്ന സമയത്ത് ഞാൻ ചെയ്തത് ശരിയായില്ലെന്നും ഇങ്ങനെയല്ല ചെയ്യണ്ടേന്നുള്ളതൊക്കെ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ പിന്നെ ഇത് എങ്ങനെ എന്നുള്ളൊരു അന്വേഷണം എന്നെ ഒരുപാട് നല്ല സിനിമ അറിയുന്ന ആളുകളുടെ ഇടയിൽ എത്തിച്ചിട്ടുണ്ട്. അവരെന്നെ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവർ പറഞ്ഞ വഴികളിലൂടെ നമ്മൾ ചിന്തിക്കുകയും സിനിമ കാണുകയും ഒക്കെ ചെയ്തിട്ട്
അങ്ങനെയാണ് ഞാനത് ഇപ്പോഴും ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും എനിക്ക് അതിന് എന്റേതായിട്ടുള്ള എന്റെ ഗുരുക്കന്മാരെന്ന് വിളിക്കുന്ന സ്ഥലത്ത് എന്റെ സുഹൃത്തുക്കളുണ്ട്. എങ്ങനെയാണ് നമ്മൾ ബെറ്റർ ആവേണ്ടത് എന്നുള്ളതൊക്കെ. ആദ്യത്തെ കാര്യം നമ്മൾ ഏറ്റവും നല്ല ഒരു മനുഷ്യനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അതാണ് ആദ്യത്തെ പ്രിഫറൻസ്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഈ ഒരു കാര്യങ്ങള് ഇപ്പോഴും നമ്മുടെ ഒരു പേഴ്സണാലിറ്റി മാറുമ്പോഴാണ് നമ്മുടെ പേഴ്സണൽ റിയാലിറ്റീസ് മാറുന്നത്. അപ്പോ ഞാനത് എനിക്ക് ഒരുപാട് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടെന്നുള്ള എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്റെ ഭാര്യ അടക്കം പറയും. ഒരു 2 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടോ കാര്യങ്ങളോ അല്ല എന്റെ ഇപ്പൊ ഉള്ളത്. ഇപ്പൊ ചിന്തിക്കുന്ന പോലെ അല്ല ഞാൻ. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്റെ ചിന്തയും എന്റെ പ്രവർത്തനവും എന്റെ സമീപനവും എന്റെ ടേസ്റ്റുകളും എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. അത് ഈ പ്രൊഫഷനുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ഫുൾ ടൈം ഇതിൽ തന്നെയാണ്, ഈ ഒരു പ്രോസസ്സിലാണ്, ഇതിന്റെ ഒരു കാര്യത്തിൽ തന്നെയാണ്. അപ്പൊ ഇപ്പോഴും എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് സിനിമയെ സംബന്ധിച്ച്. അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴും ട്രൈ ചെയ്യുകയാണ്. അതൊരു സിനിമയുടെ ഒരു സ്റ്റാർഡമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യം അതൊന്നും അല്ല എന്റെ മനസ്സിൽ. എനിക്ക് ഭയങ്കര ഈ ചെയ്യുന്ന പ്രോസസ്സ് ഉണ്ടല്ലോ, ആക്ടിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ അതിങ്ങനെ റിസർച്ച് ചെയ്യുന്ന പോലെയുള്ള ഒരു കാര്യമാണ്. അത് എളുപ്പമല്ല. അത് ഭയങ്കര വലിയ പഠനങ്ങളും വലിയ കാര്യങ്ങളും ആവശ്യമുള്ള കാര്യമാണ് അതിന്റെ. പിന്നെ നമ്മളിപ്പോ പല സിനിമകൾ പുറത്തുള്ളതൊക്കെ നല്ല സിനിമകളൊക്കെ കാണുമ്പോൾ ചിലവർക്ക് ചെയ്തിരിക്കുന്നതും അല്ലെങ്കിൽ നമ്മളുടെ തന്നെ മലയാളത്തിലെ ഗ്രേറ്റ് പെർഫോമൻസുകളിട്ട് കാണുമ്പോൾ അത്ഭുതമാണത്. കാരണം ഇത്രയും ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സമയത്ത് ഇവിടത്തെ മനോഹരമായ ഫിലിംസ് ഉണ്ടായിട്ടുള്ള ഒരു സമയമുണ്ടല്ലോ. ഓരോ സിനിമകളും അത് കാലത്തിനതീതമായിട്ട് ഇന്ന് ഇത്രയും ടെക്നോളജിയും ഇത്രയും പരിപാടികളൊക്കെ ഉള്ളപ്പോ ഇന്നത്തെ സിനിമകൾ എത്രത്തോളം വലുതായിരിക്കണം. ഇനി നമ്മൾ പണ്ടത്തെ സിനിമകളെ കുറിച്ച് പറയുമ്പോൾ ഇനി എന്റെ മക്കളൊക്കെ വലുതായിട്ട് ഒരു 30 വർഷം എത്തിയിട്ട് അവർ ഇന്നത്തെ ഒരു സിനിമ റെഫർ ചെയ്യണമെങ്കിൽ ആ സിനിമ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതായിരിക്കണം, അല്ലെങ്കിൽ ഒരു ആക്ടർ എത്രത്തോളം ക്വാളിറ്റി ഉള്ളതായിരിക്കണം, ഒരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആളുകൾ എല്ലാവരും. അപ്പൊ അങ്ങനെ ചിന്തിക്കുമ്പോൾ നാളെ നമ്മള് പുറത്തിറങ്ങി നടക്കുമ്പോൾ നമ്മൾ ഒരു വിലയില്ലാത്തൊരു മനുഷ്യൻ, കുറെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാന്ന് പറഞ്ഞാൽ ഒരു വിലയില്ലാത്ത ലെവലിലോട്ട് എത്താൻ പാടില്ലല്ലോ. അപ്പൊ അതിനൊരു റിയൽ പരിപാടിയിലോട്ട് എത്തണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് എത്രത്തോളം എനിക്ക് പറ്റും എന്നെനിക്കറിയില്ല. ഞാൻ ശ്രമിക്കും. പറ്റിയില്ലെങ്കിൽ അതെന്റെ പരിമിതിയാണ്. നമുക്കിപ്പോ എല്ലാ കാര്യവും ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ലല്ലോ. അപ്പൊ ഈ സമയത്ത് ഇപ്പൊ ജോചേട്ടൻ പറഞ്ഞ പോലെ ഈ ഒരു ഗൈഡൻസ് ഉണ്ടായിരുന്നു, കുറെ ഫ്രണ്ട്സിന്റെ ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നു. അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരു പെട്ടെന്ന് ഓർമ്മ പറഞ്ഞ അല്ലെങ്കിൽ കുറച്ചൊന്ന് ആ സമയത്ത് ജോചേട്ടന്റെ മൈൻഡ് സെറ്റ് തന്നെ മാറ്റുന്ന രീതിയിൽ പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ വായിച്ച കാര്യം, അല്ലെങ്കിൽ കണ്ട കാര്യം, അങ്ങനത്തെ എന്തെങ്കിലും ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടോ? ഈ ആക്ടിങ്ങിന് തന്നെ ആസ് എ ടെക്നിക്, ആസ് എ ക്രാഫ്റ്റ് നമ്മൾ ആലോചിക്കുന്ന രീതിനെ തന്നെ മാറ്റിയ എന്തെങ്കിലും ഒരു അഡ്വൈസോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഗൈഡൻസ് ഓർമ്മയുണ്ടോ ആ പീരീഡില്? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മമ്മൂക്കയും ലാലേട്ടനും. അങ്ങനെയല്ല ജോചേട്ടന്റെ പേഴ്സണലി, ജോചേട്ടന്റെ ഫ്രണ്ട്സ് തന്നെ, അല്ലെങ്കിൽ ഒരുപാട് പേരുണ്ട്. അതായത് വിപിൻ ആറ്റ്ലി എന്ന് പറയുന്ന ഒരു ഡയറക്ടറുണ്ട് മലയാളത്തില്. വിപിൻ ആറ്റ്ലി എന്റെ ലൈഫിനെ മാറ്റിമറിച്ച ഒരാളാണ്. ഞാൻ മറ്റേ സിനിമാ നടൻ സ്റ്റൈലിൽ നടന്നിരുന്ന ഒരു സമയം എന്ന് പറഞ്ഞത് കല്യാണങ്ങൾക്ക് പോകുമ്പോ അങ്ങനത്തെ ഞാൻ സിനിമ നടനാട്ടോ എന്ന് വെച്ചിട്ട് സ്വയം നടക്കുന്ന ലെവലിൽ നിന്ന് എന്നെ പിടിച്ച് നിലത്തോട്ട് ഇറക്കിയ ആളാണ് വിപിൻ ആറ്റ്ലി. ചേട്ടൻ ഇതൊന്നുമല്ല പരിപാടി, ചേട്ടൻ വൻ വളിപ്പാണ്, എന്ത് വളിപ്പായിട്ടാണ് അഭിനയിക്കുന്നത്, മുഖത്ത് നോക്കി പറയുകയും ഇതൊക്കെ കണ്ടു നോക്കെന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ കാണിച്ചു തരികയും ആറ്റ്ലി എന്നെ എഡിറ്റിങ്, സിനിമോട്ടോഗ്രാഫി അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന സിനിമയുടെ സകലമാന ടെക്നിക്കുകളും എല്ലാം അറിയുന്ന ഒരു ഭയങ്കര ഫിലിം മേക്കറാണ്. അവൻ ഭയങ്കര പുലിയാണ്. അവൻ എല്ലാ കാര്യങ്ങളും, അവൻ എന്നെക്കാളും വളരെ 10 വയസ്സ് താഴെയാണ് അവൻ. പക്ഷെ അവനാണ് എന്റെ ഗുരു. അവൻ എന്റെ ഭയങ്കര ഒരു ടീച്ചറാണ്. അവൻ എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തന്നിട്ടുണ്ട്. പിന്നെ അവൻ കാണിച്ചുന്ന വഴിയിലൂടെയാണ് ഞാൻ പിന്നെ പോയത്. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോൾ മാർട്ടിൻ പ്രക്കാട്ട് വന്നു എന്റെ സുഹൃത്തായിട്ട്. മാർട്ടിനും ഞാനും ഒരു ട്രാവൽ ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ഡിമൽ എന്ന് പറഞ്ഞ എന്റെ ഒരു സുഹൃത്തുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇതിനിടയിൽ ഞാൻ വർക്ക്ഷോപ്പുകൾക്ക് പോയിട്ടുണ്ട് ഇഷ്ടം പോലെ. അതുപോലെ തന്നെ എനിക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരുപാട് ടീച്ചേഴ്സ്. ഇപ്പം നമ്മുടെ ഗോപൻ ചിദംബരം, തുറമുഖത്തിന്റെ റൈറ്റർ, അദ്ദേഹമൊക്കെയാണ് എന്നെ ഇപ്പം ജഗമേന്ദ്രത്തിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ആ ക്യാരക്ടറിന്റെ റെഫറൻസ് ഒക്കെ എടുത്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ അടുത്താണ്. അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങളിലൂടെയാണ് ഞാൻ ട്രാവൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഹെൽപ്പുകൾ, ഒരുപാട് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ട്.
പിന്നെ നമ്മുടെ മലയാള സിനിമയ്ക്കുള്ള ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് ജോണറിലുള്ള ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചെയ്തിട്ടുള്ള ഏത് വേഷം വേണമെങ്കിലും നമുക്ക് ഇവിടെ റെഫറൻസ് എടുക്കാൻ പറ്റിയ മഹാന്മാരായിട്ടുള്ള നടന്മാരുള്ള ഒരു നാടാണ്. ഏത് ക്യാരക്ടർ വേണമെന്നുണ്ടെങ്കിലും എന്തെങ്കിലും സംശയം വേണമെങ്കിൽ പോയിട്ട് ഒരു പടം എടുത്തിട്ട് നമുക്ക് റെഫറൻസ് നോക്കാം. ഇവര് അത് ഭയങ്കര ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള വേഷങ്ങളൊക്കെ തന്നെയുള്ളൂ. ഇപ്പൊ ഞാൻ അഭിനയിച്ചാലും ഞാൻ പുതുതായിട്ട് ഒരു സംഭവം ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുള്ള ഗ്രേറ്റ് പെർഫോമൻസുകൾ റെഫറൻസ് തന്നെയാണ്. അത് 100% റെഫറൻസ് ആണ്. അപ്പൊ അത് ഭയങ്കര സഹായമാണ്. അതില്ലെങ്കിൽ നമ്മൾ ആ ഡാറ്റ നമ്മുടെ കയ്യിൽ ഇല്ലെങ്കിൽ, നമ്മുടെ മലയാള സിനിമ അത്രയും വളർന്നിട്ടില്ലായിരുന്നെങ്കിൽ ഒരു തരത്തിൽ പോലും ഇവിടുന്ന് ഇപ്പൊ വലിയ കലാകാരന്മാര് ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷെ എനിക്ക് പറ്റില്ല. എന്തായാലും എന്റെ ബേസ് മലയാള സിനിമയാണ്. ഇത് ഭയങ്കരമായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു നടനാവാൻ. ഇവിടുത്തെ ക്ലാസിക്കുകൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്പൊ ഇങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് കയറി കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ വിപിൻ ആറ്റ്ലിയൊക്കെ പറഞ്ഞു എന്ന് ചേട്ടൻ പറഞ്ഞ ആ ഒരു സ്റ്റേജ് കയറി കഴിഞ്ഞിട്ട് പിന്നെ സിനിമ കാണുമ്പോൾ അത് എങ്ങനെയാ അത് കാണുന്നത്? ഒരു ആക്ടറിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു എക്സാമ്പിൾ യൂസ് ചെയ്തിട്ട് ഇപ്പൊ എങ്ങനെയായിരിക്കും ഒരു സിനിമ കാണുന്നത്? അല്ലെങ്കിൽ വടക്കം വീരകഥ കാണുന്നു, അല്ലെങ്കിൽ കിരീടം കാണുന്നു. അത് കാണുമ്പോൾ പിന്നെ അത് എങ്ങനെയാ അത് കാണുന്നത്? ഫുൾ ഒരു ബോഡി മൂവ്മെന്റ് ഫുൾ ഇങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പ്രോസസ്? നമ്മളുടെ മറ്റേ ആക്ടിങ് പഠിക്കണത് ഒരു രാജാവ് തുണിയില്ലാണ്ട് നടന്നപ്പോ ഒരു കുട്ടി വിളിച്ചു പറഞ്ഞു പറഞ്ഞില്ല, രാജാവ് തുണിയില്ലാണ്ട് നടക്കുമെന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞ പോലത്തെ സാധനമാണ്. എന്റെ മുഖത്ത് നോക്കിയിട്ട് എന്റെ മുന്നിൽ വന്നിട്ട് നീ ചെയ്യണത് വളിപ്പാടാണ് എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ അല്ല വളിപ്പല്ലെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോയിട്ടില്ല. നിന്ന് നോക്കി കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇവര് പറയുന്നത് ശരിയാന്നുള്ളത്. നമ്മള് നമ്മുടെ മുന്നിൽ കണ്ടുമുട്ടുന്ന ഒരു വ്യക്തിയും ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സാഹചര്യവും വെറുതെ അല്ല. അതെന്ന് എനിക്ക് മനസ്സിലായോ അന്ന് മുതൽ ഞാൻ ആരെന്ത് പറഞ്ഞാലും അതിനെ നല്ലതായാലും ചീത്തയായാലും നമ്മളത് ആവശ്യമുണ്ടെങ്കിലും ആവശ്യമില്ലെങ്കിലും എടുക്കും. അതെന്റെ ഒരു പ്രശ്നമാണ്. അത് ചിലത് ആവശ്യമില്ലാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതൊന്നും നമ്മൾ മനസ്സിലോട്ട് എടുക്കും, ആവശ്യമുള്ളത് എടുക്കും. ഇതിന്റെ ഒരു സ്ട്രഗിൾ ഇപ്പോഴും ഉണ്ട്, അപ്പോഴും ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ആ ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് അത്. കാരണം ഞാൻ 100% അതിപ്പോ ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരു ഇന്റർവ്യൂ ആയിട്ട് പറയാണ്, എന്നെ പോലത്തെ ഒരാൾക്ക് ഒരു സിനിമയിൽ നടനാവാൻ പറ്റി അല്ലെങ്കിൽ അവാർഡുകൾ വാങ്ങാൻ പറ്റി എന്നുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ആർക്കും വാങ്ങാം. ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ആർക്കും എന്തും ചെയ്യാം. അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് എന്തെങ്കിലും തരത്തിൽ എനിക്ക് ഈ സിനിമയിലൊക്കെ അഭിനയിക്കാൻ പറ്റിയതിന്റെ പേര്. കാരണം വെച്ചാൽ ഞാൻ എവിടെ നിന്നാണ് വന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇപ്പൊ ഈ സംസാരിക്കുന്ന കോൺഫിഡൻസും ഈ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു സുപ്രഭാതത്തിൽ കയറി വന്നതല്ല. എന്നോട് എത്രയോ പേര് ചോദിച്ചിരിക്കുന്നു, ജോസഫ് കണ്ടിട്ട് രക്ഷപ്പെട്ടല്ലേ, എത്ര പെട്ടെന്ന് നീ രക്ഷപ്പെട്ടത്. ആ ജോസഫ് എന്നുള്ള സിനിമ സംഭവിക്കാനായിട്ട് എത്ര 18-20 വർഷങ്ങൾ എടുത്തു അങ്ങനെ ഒരു സിനിമ സംഭവിക്കാൻ. അതൊരു സുപ്രഭാതത്തിൽ അത് കിട്ടിയാൽ എനിക്ക് കയറി ചെയ്യാനും പറ്റത്തില്ല. അത് എന്ന് എന്നെ പ്രാപ്തനായപ്പോഴാണ് അങ്ങനെ ഒരു സിനിമ സംഭവിച്ചത്. ഒരു സുപ്രഭാതത്തിൽ നടന്നതല്ല. ഞാൻ പറഞ്ഞില്ലേ, അത് എന്തും പോസിബിൾ ആണ്. നമ്മൾ അതിന്റെ ഗൈഡ് ലൈൻ കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ ഉദ്ദേശശുദ്ധി, നമ്മളുടെ ഗൈഡ് ലൈൻ കറക്റ്റ് ആണെങ്കിൽ എല്ലാ കാര്യവും നടക്കും. അല്ല, പക്ഷെ ഇങ്ങനെ ഒരാൾ ഇങ്ങനെ നമ്മൾ 10 കൊല്ലം ഓൾറെഡി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനത്തെ ഒരു സമയത്ത് ഒരു ജൂനിയർ ആയിട്ടൊരു ഡയറക്ടർ നമ്മുടെ അടുത്ത്, ആ സമയത്ത് ജൂനിയർ നമ്മുടെ അടുത്ത് വന്ന് ചേട്ടൻ കാണിക്കണത് വളിപ്പാന്നൊക്കെ പറയുമ്പോ ഒരു വിഷമം ഉണ്ടാവില്ലേ? അറ്റ്ലീസ്റ്റ് ആ സമയത്ത് ഒരു 2-3 ദിവസം പോയി കിട്ടില്ലേ? ഇല്ല, കാരണം അന്ന് ഞാൻ ആറ്റ്ലീനെ കാണുന്ന അത്ഭുതത്തോട് കൂടിയിട്ടാണ്. അന്ന് ഈ ആറ്റ്ലി എന്ന് പറയുന്നത് ഹോംലി മിൽസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ്. അല്ലല്ല, ഹോംലി മിൽസ് ഒക്കെ എത്ര കഴിഞ്ഞിട്ട്, ഹോംലി മിൽസിനൊക്കെ എത്രയോ മുമ്പ്. ഇത് അപ്പോഴല്ല. ഹോംലി മിൽസ് ഒക്കെ ആറ്റ്ലീനെ സംബന്ധിച്ച് ആറ്റ്ലീനയുടെ ഒരു നല്ല സിനിമ പോലും ഇതുവരെ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത്രയധികം കണ്ടന്റ് ഉള്ള ഒരാളാണ് അത്. അപ്പൊ അന്ന് ആറ്റ്ലി പറയുന്ന കഥകളൊക്കെ കേട്ട് ഞാനിങ്ങനെ ഞെട്ടിയിരുന്നിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര കൃത്യമായിട്ട് ആധികാരികതയോടുകൂടി ഒരു സിനിമയെ കുറിച്ച് സംസാരിക്കുന്ന ആളാണ് എന്റെ മുഖ്യമന്ത്രി പറഞ്ഞത്. അതല്ലാതെ പലരും പറഞ്ഞിട്ടുണ്ട്, ഞാൻ മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. എന്റെ കസിൻസും എന്താണ് നിന്നെ കാണാൻ തന്നെ പോലുള്ളൂടാ എന്നൊക്കെ പറഞ്ഞു, അത് പറഞ്ഞിട്ടുണ്ട്, അത് കളിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴൊക്കെ തന്നെ സിനിമ നടനം അതൊന്നും ഞാൻ മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ ആറ്റ്ലി പറഞ്ഞത് ഞാൻ നോട്ട് ചെയ്തതിന്റെ കാരണം ആറ്റ്ലി സിനിമയെ കുറിച്ച് കൃത്യമായിട്ട് സംസാരിച്ചിരുന്നു. പറയേണ്ടവർ പറഞ്ഞപ്പോ നോട്ട് ചെയ്തെന്നുള്ളൂ, എല്ലാവരും പറഞ്ഞതല്ല. ജോചേട്ടാ, ഇപ്പൊ ജോചേട്ടൻ തന്നെ ആക്ടിങ്ങിനെ പറ്റി പറയുമ്പോ എപ്പോഴും പറയുന്നുണ്ട് മമ്മൂക്ക, മോഹൻലാൽ, ഇങ്ങനെ എപ്പോഴും അവരൊരു എക്സാമ്പിൾസ് ആയിട്ട് എടുക്കുന്നുണ്ട്. പക്ഷെ ഇവര് രണ്ടും ഭയങ്കര ഡിഫറെന്റ് സ്റ്റൈൽ ആക്ട് ചെയ്യണ ആൾക്കാരല്ലേ? ലാലേട്ടന്റെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട എന്തോ എവറിത്തിങ് ഒരു ഗിഫ്റ്റ് പോലെ എല്ലാം ഉണ്ട്.
അത് നമ്മൾ ഇങ്ങനെ പ്രോസസ് ആയിട്ടൊന്നും നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റില്ല ലാലേട്ടന്റെ കാര്യത്തിൽ. പക്ഷെ മമ്മൂക്കയാണെങ്കിൽ എല്ലാം കഷ്ടപ്പെട്ട് പഠിച്ച് ഇംപ്രൂവ് ചെയ്ത് ട്രെയിൻ ചെയ്ത് ഈ ലെവലിൽ എത്തിയേക്കുന്ന ഒരു ആക്ടറാണ്. ഈ രണ്ട് സ്റ്റൈൽസ് അറ്റ്ലീസ്റ്റ് നോക്കുമ്പോൾ ജോജു ചേട്ടന് കുറച്ചും കൂടെ മമ്മൂക്കയുടെ റൂട്ടാണ്, അല്ലെങ്കിൽ എന്റെ റൂട്ട് ലാലേട്ടന്റെ റൂട്ടാണ്, അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഏതായിരിക്കും കുറച്ചും കൂടി ക്ലോസർ? എനിക്ക് ആ കാര്യത്തെ കുറിച്ച് അറിയില്ല. അതായത് മെത്തേഡ് ആക്ടിങ്, മറ്റേ വേറെ തരത്തിലുള്ള ആക്ടിങ് എന്നൊക്കെ പറയുന്ന പോലെ ഒന്നും അറിയില്ല. ആക്ടിങ് അത്ര മാത്രമേ എനിക്ക് അറിയുള്ളൂ സത്യം പറഞ്ഞു. കാരണം ഞാൻ ഈ പറഞ്ഞ സ്കൂളിൽ പോയി പഠിച്ചൊരു പരിപാടിയല്ലോ, നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മളുടെ വഴികളിലൂടെ കണ്ടെത്തി പഠിച്ചപ്പോ ആക്ടിങ് ഇതാണ്. അപ്പൊ ഈ മറ്റേ കാര്യം എന്നെ പഠിപ്പിക്കാൻ നോക്കിയാലും എനിക്ക് അറിയില്ല. അപ്പൊ എനിക്ക് അഭിനയിക്കുക എന്നുള്ളത് എന്റെ ഒരു പ്രോസസ്സ് മാത്രമാണ്. അത് ഏത് രീതി എന്നുള്ളത് എനിക്കറിയില്ല. എന്റെ ഒരു രീതിയാണ്. ഞാൻ അതിനെ കാണുന്നതും ഞാൻ അതിലോട്ട് വരുന്നതും എല്ലാം എന്റെ തന്നെ ആയിട്ടുള്ള ഒരു രീതിയിലാണ്. മാക്സിമം ഒറിജിനൽ ആവാന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കഥാപാത്രമായിട്ട് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ അതിനെ എത്രത്തോളം ഒറിജിനൽ ആക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ, കുറച്ചെത്തുമ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ അത് പല ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ ഇതുപോലുള്ള നല്ല ആളുകൾ ഹെൽപ്പ് ചെയ്യുമ്പോൾ അത് മാക്സിമം അതിന് ഒറിജിനലായിട്ട് നിർത്തുക. ഓരോരുത്തർക്കും ഓരോ റൂട്ടാണ്, ഓരോ വഴികളാണ്. എനിക്കൊരു മെത്തേഡോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല. ഇത് എന്റെ ഒരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് അതാണെന്ന് പറഞ്ഞാൽ അത്, ഇതാണെന്ന് പറഞ്ഞാൽ ഇത്. അതല്ലാതെ എനിക്ക് അതിനൊരു പേരിട്ട് വിളിക്കാനോ അല്ലെങ്കിൽ അതെനിക്ക് അറിയില്ല. എനിക്ക് അതല്ലാണ്ട് ജോജു ചേട്ടന്റെ ഇപ്പൊ ഇന്റർവ്യൂസ് ഒക്കെ കണ്ട ഇപ്പൊ തന്നെ ജോജു ചേട്ടൻ സംസാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ വേറൊരു ഇന്റർവ്യൂവിലൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഡിഫറൻസ് മനസ്സിലാവുന്നില്ല. ഇത് എന്താണ് ഇത്ര ഞാൻ തമിഴിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ആകെ കൂടെ അങ്ങനെ കണ്ടേക്കുന്നത് വിജയ് സേതുപതി തന്നെയാണ്. അത് വിജയ് സേതുപതി വെറുതെ ഇരിക്കുകയാണ്, വെറുതെ ഒരു പഴം കഴിക്കുകയാണ്, അല്ലെങ്കിൽ വെറുതെ ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ ശരിക്കും കെട്ടിപ്പിടിക്കണ പോലെ തോന്നും. മനസ്സിലായോ? അത് ഒരു ആക്ടറെ കെട്ടിപ്പിടിക്കണ പോലെ, അല്ലെങ്കിൽ ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ട്. ഇതിപ്പോ ജോജു ചേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കുമ്പോഴും ജോജു ചേട്ടന്റെ അളിയന്റെ അടുത്ത് സംസാരിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. മനസ്സിലായോ? സിനിമയിൽ കാണുമ്പോഴും അങ്ങനെ തന്നെ. ഈ സിനിമയിലും ഈ ലാലേട്ടനൊക്കെ പോലെ പറഞ്ഞ പോലെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഉണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോ, അല്ലെങ്കിൽ കണ്ണൊക്കെ താഴത്തോട്ട് പെട്ടെന്ന് ആക്കുമ്പോ എന്താ പറയാ, അതൊന്നും ഇതിന് മുമ്പില് ഭയങ്കര ഒരു റിലാക്സ്ഡ് ആണ്. മനസ്സിലായോ? ആ ക്യാമറ അവിടെയൊക്കെ ഉണ്ടെന്ന് അറിയുമെന്ന് പോലും ചോദിക്കാൻ തോന്നും. അങ്ങനെ ഒരു ഉണ്ടാക്കിയെടുത്ത ഒരു സ്കില്ലാണോ, അല്ലെങ്കിൽ പേഴ്സണലി അത്ര കംഫർട്ട് അല്ലെങ്കിൽ അത്രയും സെക്യൂർ ആയിട്ടുള്ള ഒരാൾക്ക് വരണ ഒരു പീസ് ഓഫ് മൈൻഡ് ആണ്? എന്താ അതിന്റെ ഒരു ലോജിക്? കാരണം ഞാനൊക്കെ സംസാരിക്കുമ്പോൾ എത്ര തോട്ട്സ് വരുന്നുണ്ടെന്ന് അറിയാം. ക്യാമറ എവിടെയുണ്ട്, ഓക്വേർഡ് ആണ്, മുതുക് വേൻ എടുക്കണു, അങ്ങനത്തെ 100 കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ജോജു ചേട്ടൻ ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടും ഒരു ഫ്രീ ആയിട്ടും. അതെന്താ അതിന്റെ ഒരു ലോജിക്? മനസ്സിലായി? ഞാൻ ചോദ്യം മനസ്സിലായി. അത് ഞാൻ ബേസിക്കലി ഭയങ്കര കംഫർട്ട് ആവണമെന്ന് നമ്മൾ സംസാരിക്കുന്നത് ഞാൻ പറഞ്ഞത് സിനിമയാണ് അല്ലെ. ഇതല്ലാതെ വേറൊരു കാര്യം നമ്മുടെ ഇടയിലില്ല. അത് ഏറ്റവും സന്തോഷവും കംഫർട്ടായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാനൊരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും നല്ലൊരു എന്റെ ഒരു ബെറ്റർ വേർഷനിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം ഞാൻ ഒരുപാട് നല്ല മനുഷ്യരെ കണ്ടിട്ടുണ്ട്, അതിന്റെ ഭംഗി ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. അപ്പൊ നല്ലൊരു ആളാവുക എന്നുള്ള പറയാൻ എനിക്ക് വേറെ എന്റെ ഹിഡൻ ആയിട്ട് എനിക്കൊരു അജണ്ട ഇല്ല. ഇപ്പൊ പ്രൈവറ്റ്ലി ആയാലും പബ്ലിക്ലി ആയാലും പേഴ്സണലി ആയാലും ഒക്കെ തന്നെ ഞാൻ ഒറ്റ സാധനമാണ്. എനിക്ക് വേറെ പരിപാടികളില്ല. എന്റെ ലക്ഷ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ എന്റെ മക്കളോട് വെച്ചാൽ അറിയാൻ പറ്റും, എനിക്ക് ബെറ്റർ ആക്ടർ, നല്ലൊരു നടനാവണം. അതാണ് എന്റെ ആഗ്രഹം. അത് എന്നോട് ഇപ്പൊ നിങ്ങളല്ല ആര് പറഞ്ഞാലും എനിക്ക് തോന്നുന്ന വരെ ഞാൻ അതിന് ട്രൈ ചെയ്തോണ്ടിരിക്കും. എനിക്കറിയാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കിന്റെ പരിമിതികൾ എന്തൊക്കെയാന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഞാൻ ചില വേഷങ്ങൾ അഭിനയിക്കാറില്ല. അപ്പൊ അത് മാത്രമുള്ള എന്റേത്. പക്ഷെ ഞാനിങ്ങനെ എന്നെ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെയാണ് ഞാൻ ചിന്തിക്കുന്നത്. പിന്നെ എന്നെ പണ്ട് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളായിരുന്നു. എന്നെ കാണാനും കൊള്ളില്ല, പൊക്കും, കളിപ്പേരുകൾ, ഒരുപാട് കളിപ്പേരുകളുള്ള ആളായിരുന്നു. എന്നെ കളിപ്പേരുകൾ നിക് നെയിം എന്ന് പറയല്ലേ, കളിപ്പേരുകള് മോശമായിട്ട് കളിപ്പേരല്ല, എന്നെ ഒരു വേറെ പേരുകളിലൊക്കെ വിളിക്കും, കളിയാക്കിയിട്ട് വേറെ പേരുകളിലൊക്കെ. ഏറ്റവും ഇഷ്ടമല്ലാത്ത പേര് എന്തായിരുന്നു അങ്ങനത്തെ? അത് മോശം പേരാ. അപ്പൊ ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എല്ലാവരും അറിയില്ലേ. അതിപ്പോ ഇന്റർനെറ്റ് അല്ലേ, കുഴപ്പമില്ല. അതാ. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞപ്പോ ഈ സംഭവം നമ്മളായിട്ടിരുന്നാ മതി. അതല്ലാതെ വേറെ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല.
അതും ഒരു പഠിച്ചെടുത്ത സ്കില്ലാണ്, ഒരു പഠിച്ചെടുത്ത ഒരു അല്ല, ഇത് എന്താ പറയാ, ഇപ്പൊ ഞാൻ എന്റെ മുഖത്ത് ഒരു എന്റെ ചിന്തയുടെ ഒരു കണ്ണിന്റെ ഇമ വെട്ടുന്നത് ഉണ്ടെങ്കിൽ പോലും വിശാലിന് അത് മനസ്സിലാവും. എന്റെ മുഖം മാറുന്നത്, എന്റെ രീതി മാറുന്നത് ഈ ലോകത്തുള്ള എന്റെ മക്കൾക്ക് കൂടി, ഈ ലോകത്തിൽ എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ നമ്മൾ ആരെയാണ് ഇനി പറ്റിക്കാൻ പോണത്? അപ്പൊ ഞാനൊരു നുണ പറയണെങ്കിൽ നിങ്ങൾക്ക്, ഞാൻ മനസ്സിലാക്കി, ഞാനിപ്പോ ഒരു നുണ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ചുറ്റോടുള്ള ആൾക്കാർക്ക് ഞാൻ നുണ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഞാൻ നുണ പറയാൻ പോണത്? അപ്പൊ അതിന്റെ എന്തിനാണ് ലൈഫ് ഇങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആക്കി ഒരു കാര്യമില്ലാത്ത കാര്യം. ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, ആവശ്യമുള്ള കാര്യങ്ങൾ സംസാരിക്കുക, ആവശ്യമുള്ള കാര്യങ്ങളിൽ നിൽക്കുക, ആവശ്യമുള്ള ആൾക്കാരായിട്ട് മാത്രം മിണ്ടുക, സത്യസന്ധമായിട്ട് ജീവിക്കുക. അപ്പോ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് അല്ലാണ്ടാവും, കുറച്ച് ഇതുണ്ടാവും. ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് തന്നെ ജീവിക്കാൻ പറ്റണില്ല. പിന്നെ അതും കൂടി എടുത്ത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും? അത്രേ ഉള്ളൂ ആ കാര്യം. ഇപ്പൊ നമുക്ക് സ്പെസിഫിക് ആയിട്ട് ഒന്ന് രണ്ട് സീൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ എസ്പെഷ്യലി എനിക്ക് ജോയി ചേട്ടന്റെ ഒന്ന് രണ്ട് പെർഫോമൻസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീനാണ് ആ നായാട്ടില്. എന്താ പറയാ, ആ കുറച്ച് അവർ രണ്ടുപേരും ആ ഹട്ടിലിരിക്കുന്നു, ജോയി ചേട്ടൻ കുറച്ച് അങ്ങോട്ട് ആ ഫീൽഡൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ സംസാരിച്ച് മോളുടെ കാര്യം പറയണം, മോളുടെ ഇതാണ് മറ്റേ പെർഫോമൻസ് ആണ് ആ ഒരു സീൻ. ഫസ്റ്റ് ഓഫ് ഓൾ അത് ആക്ട് ചെയ്യുമ്പോൾ ജോയി ചേട്ടന്റെ മനസ്സിലെന്താ അത്, കാരണം ഒരു ചമ്മലുള്ള ഒരു ക്യാരക്ടർ. അത് എനിക്ക് എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒരു ചമ്മലുണ്ട്, സങ്കടമുണ്ട്, കുറച്ച് കള്ളു കുടിച്ചിട്ടുണ്ട്, എല്ലാം കൂടിയുള്ള ഒരു സീനല്ലേ. അപ്പൊ അത് ജോയി ചേട്ടൻ അനലൈസ് ചെയ്യുമ്പോൾ എന്താ ആ ഒരു സീനില് ജോയി ചേട്ടന്റെ മനസ്സിൽ എന്തൊക്കെയാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതിലും ഞാൻ സത്യം തന്നെ പറയാം, അതിപ്പോ ഭയങ്കര ആക്ടിങ്ങിന്റെ പരിപാടിയായിട്ട് പറഞ്ഞതിനേക്കാളും അതിലെന്ത് സംഭവിച്ചെന്നുള്ളതിന്റെ സത്യസന്ധമായ കാര്യം, ഈ മാർട്ടിനായിട്ടുള്ള എന്റെ ഒരു പരിചയം തുടങ്ങുന്നത് 2010 ബെസ്റ്റ് ആക്ടറിൽ. മാർട്ടിൻ എന്റെ ഇപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് മാർട്ടിൻ ബക്കാർഡാണ്. അപ്പൊ അദ്ദേഹം അന്ന് മുതലേ ഈ പറഞ്ഞ നമ്മളെ കണക്കിലെടുക്കൂല. നമ്മുടെ പെർഫോമൻസ് ഞാൻ അവസരം ചോദിച്ചാലും വലിയ ഒരു നല്ല റോള് തരുമെന്ന് വെച്ചാൽ എനിക്ക് തരുമൊന്നുമില്ല. മാർട്ടിന്റെ കഴിഞ്ഞ പടങ്ങളിലൊന്നും എനിക്ക് വേഷം കിട്ടിയിട്ടില്ല. അപ്പൊ മാർട്ടിൻ നായാട്ടിൽ വിളിക്കുമ്പോൾ ഞാൻ അതിൽ അഭിനയിക്കാൻ പോകുന്നതിന് മുമ്പ് ഞാൻ തന്നെ തീരുമാനമെടുത്ത കാര്യം ഇതാണ്: അദ്ദേഹത്തിന് എന്നെ വിമർശിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവരുത്, എന്നെ പഴയ പോലെ കളിയാക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവരുത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഭയങ്കര അലേർട്ടായിരുന്നു, ഭയങ്കര ശ്രദ്ധിച്ചിരുന്നു. സ്ക്രിപ്റ്റ് കാണാപ്പാഠം എന്റെ മാത്രമല്ല, മറ്റുള്ള ആർട്ടിസ്റ്റ് ആ മൊത്തം സ്ക്രിപ്റ്റ് പഠിച്ച് ആ സിനിമ എന്താണ് സംഭവിക്കണേ എന്നുള്ളത് പഠിച്ചിട്ടാണ് ഞാൻ ആ സിനിമയിലോട്ട് അഭിനയിക്കാൻ പോയത്. പിന്നെ ഷാഹിയുടെ കഥാപാത്രങ്ങൾ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ആവും. അപ്പൊ മാർട്ടിൻ എന്ന് പറഞ്ഞ ഒരാള് എന്റെ സുഹൃത്താണ്. അപ്പൊ സുഹൃത്തുക്കൾ കളിയാക്കുമ്പോൾ നമുക്ക് കുറച്ച് കൊള്ളൂല്ലോ. അപ്പൊ എന്നെ ഇത്രയും കാലം കഴിഞ്ഞിട്ട് അവസരം ചോദിച്ചിട്ടാണ് എനിക്ക് നായാട്ടില് എന്നെ കാസ്റ്റ് ചെയ്തത്. അപ്പൊ അവിടെ വരുമ്പോ ഇദ്ദേഹം എന്നെ കളിയാക്കരുത് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പൊ അതിന് ഞാൻ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. അപ്പൊ ആ ക്യാരക്ടർ ഈ അവസ്ഥയിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിരുന്നു. ഇദ്ദേഹത്തിന്റെ കളിയാക്കല് ഭയന്നിട്ട്. അത്ര ഉള്ള അതിന്റെ ആൻസർ. ആ പടത്തിലെല്ലാം, അത് ആ സീൻ മാത്രമല്ല, ത്രൂഔട്ട് സിനിമ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ കണ്ടിന്യൂറ്റിയും അതിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഭയങ്കര കൃത്യമായിട്ട് മറ്റ് സിനിമകളേനേക്കാൾ അഭിനയിക്കുന്നതിനേക്കാൾ ഒരു പൊടിക്കും കൂടി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇദ്ദേഹം എന്താണ് ആ സീൻ കാണിച്ചു വെച്ചിരുന്നത് എന്നോട് ഒരു സീനിലും ചോദിക്കരുന്ന് വെച്ചിട്ട്. അതാണ് അതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതുപോലെ തന്നെ ആ ജോസഫിന്റെ ഒരു ഫസ്റ്റ് ഒരു 5-6 മിനിറ്റ്, കാരണം അത് ഇത്ര ഞാൻ ചോദിക്കാൻ കാരണം ഇപ്പൊ ജോയി ചേട്ടന്റെ ഒരു ഇമേജ് വേറെയാണ്. ആ സമയത്ത് ജോസഫ്, ശരി നമ്മൾ പോസ്റ്ററൊക്കെ കണ്ടിട്ടാണ് സിനിമ കാണാൻ പറ്റുന്നത്, പക്ഷെ ജോയി ചേട്ടൻ ചെയ്യാൻ പോണ റോള് കോമഡി ആണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു ലൂസർ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആണോ, അതൊന്നും നമുക്ക് ആ സമയത്ത് അറിയില്ല. പക്ഷെ കാണുമ്പോ തന്നെ ഒരു 2-3 മിനിറ്റ്, അതും ഇത്രയും വലിയ മനുഷ്യൻ ആ ചെറിയ സ്കൂട്ടർ ഓടിച്ചോണ്ടാ വരണേ ആ സീനിൽ. ആ ഒരു 2-3 മിനിറ്റിൽ ഇത്രയും വലിയൊരു ഒരു ഷെർലക് ഹോംസിന്റെ ലെവലില് അതൊന്നും ആക്കിയെടുക്കാൻ, ഇത്രയും ഒരു സാധാരണക്കാരനെ കൊണ്ട് ഇത്രയും വലിയൊരു ജീനസ് ആണ് തോന്നിപ്പിക്കാൻ എടുക്കണ ഒരു 2-3 മിനിറ്റ് ഉണ്ടല്ലോ, അതിനെപ്പറ്റി സംസാരിക്കുമ്പോ അത് അനലൈസ് ചെയ്യാൻ പറ്റും ആ ഒരു റോള്. അല്ല, അത് ജോസഫിന് മുമ്പ് ഞാൻ 100 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് ജോസഫിന് മുമ്പ്. പക്ഷെ എന്നെ ഇപ്പൊ തമിഴിൽ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുമ്പോ എന്നെ ജോസഫ് മുതലാണ് എന്നോട് എല്ലാവരും സംസാരിക്കുക. അപ്പൊ എന്റെ ജോസഫ്, കുറിഞ്ചു, ചോല, നായാട്ട്, ഇത്ര സിനിമകളെയാണ് അവര് കണ്ടു എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നത്. അപ്പൊ ജോസഫിൽ അഭിനയിക്കുമ്പോൾ ഞാൻ ഇത്രയും സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസും, പിന്നെ പപ്പേട്ടന്റെ പോലത്തെ സീനിയർ ആയിട്ടുള്ള ഒരു ഡയറക്ടർ അപ്പുറത്തുണ്ട്, ഷാഹിയുണ്ട്.
അതിലുപരി അതിലെ ഒരു ക്രൈസിസ് പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആ പടത്തിൽ ചെന്ന് 3 പ്രൊഡ്യൂസേഴ്സ് മാറിയിട്ടാണ് ഞാൻ ആ പടത്തിന്റെ പ്രൊഡ്യൂസർ. 3 പ്രൊഡ്യൂസേഴ്സ് അതായത് ഓരോ ഘട്ടത്തിലും പ്രളയം വന്നു, ഒരുപാട് വിഷയങ്ങൾ വന്നു, ഇതിന്റെ ഇടയിൽ ഈ സിനിമ നിന്നുപോയി, ഞാൻ ആ പടം ഏറ്റെടുക്കുകയാണ്. അങ്ങനത്തെ ഒരു പോയിന്റിൽ നമ്മൾ ഒരു വലിയൊരു റിസ്ക് ഒറ്റയ്ക്ക് ഏറ്റെടുക്കുമ്പോൾ എന്റെ മുന്നിലുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാൻ എന്റെ ഒരു സുഹൃത്ത് സിജോ വടക്കം എന്ന ഒരാളെ ഒഴിച്ച് വേറെ ആരുമില്ല. ഞാൻ കുറച്ച് പൈസ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് കടം വാങ്ങിച്ചു, ബാക്കി ഫുള്ള് എന്റെ പൈസത്തിനാണ് ആ പടം ചെയ്തത്. എന്റെ പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ അത്രമാത്രം അതിനെ ശ്രദ്ധിച്ചിരുന്നു. എന്റെ മുന്നിൽ വേറെ വഴിയില്ലായിരുന്നു. കാരണം ആ സിനിമയിൽ, അതായത് നമ്മള് ഒരു ഭയങ്കര ഭീകരമായൊരു ഇതിന്റെ നടുക്ക് നിന്നിട്ട് അതിനെ കാമായിട്ട് അതിനെ ഡീൽ ചെയ്ത് പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് അന്ന് മൊത്തത്തിൽ സംഭവിച്ചു. ചുറ്റും പ്രളയം, പ്രശ്നങ്ങള്, ഫിനാൻഷ്യൽ പ്രശ്നങ്ങള്, ഞാൻ ഈ പടത്തിൽ പൈസ കിടക്കുന്നു. അപ്പൊ എന്ന് വെച്ചിട്ട് അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുക, ബാക്കി ദൈവം, താൻ പാതി ദൈവം പാതി എന്നല്ലേ, എന്റെ പാതി അതിലൊരു കള്ളത്തരല്ലാണ്ട് ചെയ്തു. അപ്പൊ അതിന്റെ പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100% ആ സിനിമ എഴുതിയ ആളുടെയും ഡയറക്ടറുടെയും ഇതാണ് ആ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. അങ്ങനെ ഒരു സീൻ പറയുമ്പോൾ നമ്മളത് ഒറ്റയടിക്കല്ലല്ലോ ചെയ്യുന്നത്, ചെയ്ത് വരികയാണല്ലോ. പിന്നെ എല്ലാം എനിക്ക് പരിചിതമായിട്ടുള്ള കാര്യങ്ങളായിട്ടൊക്കെ തോന്നി, പറഞ്ഞു കേട്ടപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നി, അങ്ങനെ ചെയ്തു. പക്ഷെ അതിന് ചെയ്യാൻ ഏറ്റവും വലിയൊരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഞാൻ ജോസഫിന് മുമ്പ് 100 സിനിമകൾ ചെയ്തിരുന്നു. അതെന്റെ ആദ്യത്തെ സിനിമയല്ല. ഞാൻ ഒരുപാട് കഥാപാത്രങ്ങൾ, ഇപ്പം അതിനു മുമ്പ് ഞാൻ മിനി പോലീസ് എന്ന് പറഞ്ഞ ബിജുവില് ഒരു പ്രായമായിട്ടുള്ള ഒരാളുടെ വേറൊരു ഹ്യൂമർ സാധനം ചെയ്തു. അതല്ലാതെ അതിനു മുമ്പ് ഞാൻ പ്രായമായിട്ടുള്ള വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെറിയ പടങ്ങളിൽ പോലും. പണ്ട് ചെറിയ വേഷങ്ങൾ 2 സീൻ 3 സീനിലൊക്കെ ഞാൻ വയസ്സായ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ തന്നെ നമ്മളുടെ ഈ ഒരു കാര്യത്തിനെ സപ്പോർട്ട് ചെയ്തു. ജോജേട്ടൻ ഇപ്പൊ എത്ര പോലീസ് വേഷം ചെയ്തിട്ടുണ്ട്? 40ഓളം പോലീസ് വേഷങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. 40ഓളം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാ റാങ്കും ആയോ? ആ അതെ അതെ, ഒരു വിധപ്പെട്ട കമ്മീഷണറൊക്കെ ആയിട്ടുണ്ട് ഞാൻ. കമ്മീഷണർ, അസിസ്റ്റന്റ് കമ്മീഷണർ, ഡിവൈഎസ്പി, SP, പിന്നെ SI, കോൺസ്റ്റബിൾ, ASI, അങ്ങനെ എല്ലാ തസ്തികകളും നമ്മള് പോലീസിൽ ചെയ്തിട്ടുണ്ട്. ജോജേട്ടാ, ഇപ്പൊ ഇതുപോലത്തെ ജോജേട്ടന്റെ ജേർണി ഇപ്പൊ നമ്മളൊക്കെ ഒരുമാതിരിയൊക്കെ മനസ്സിലാക്കി. ഇതിപ്പോ നമ്മുടെ സിനിമയിൽ തന്നെ ഇതിനെക്കാട്ടും വലിയ ഒരു ഹീറോയിക് ജേർണി ഒന്നും ആർക്കും ഉണ്ടായിട്ടില്ല. ഇത് ഇങ്ങനെ ജോജേട്ടൻ മക്കളുടെ അടുത്ത് എപ്പോഴും പറയാറുണ്ടോ? ഞാൻ പണ്ട് 10 കിലോമീറ്റർ തിയേറ്ററിൽ പോയി, അല്ലെങ്കിൽ മറ്റവിടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഭക്ഷണം കിട്ടിയില്ല, അങ്ങനത്തെ കഥകൾ മക്കളുടെ അടുത്ത് പറയാറുണ്ടോ? പിന്നെ അവരെന്ത് പറയും? അവർക്ക് എന്നെ ഭയങ്കര എന്താ പറയാ, എല്ലാ വീട്ടിലുള്ള പോലെ തന്നെ അവരുടെ ഭയങ്കര ഹീറോ ആയിട്ടുള്ള ഒരു അപ്പനാണ് ഞാൻ. കാരണം അവര് കാണുമ്പോൾ ഞാൻ നല്ല വണ്ടികൾ ഉപയോഗിക്കുന്നു, വണ്ടി സ്പീഡിൽ ഓടിക്കുന്നു, പിന്നെ വലിയ പ്രശ്നമാണ് ഭയങ്കര സ്നേഹമാണ് എനിക്ക് എന്റെ മക്കളോട്. അവരും അടിപൊളി പിള്ളേരാണ് എന്റെ പിള്ളേര്. ഭയങ്കര നല്ലൊരു ഫാമിലി ആംബിയൻസ് എനിക്കുണ്ട്. എന്റെ ഭാര്യ കഷ്ടപ്പാടുകളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോ അവര് കേൾക്കാറുണ്ടോ, അല്ലെങ്കിൽ മതി എന്ന് പറയാറ്? പിന്നെ ഞാൻ അവർക്ക് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എന്താണ് റിയാലിറ്റി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. അവരൊരു സ്വപ്ന ലോകത്തല്ല ജീവിക്കണമെന്ന് തോന്നുന്നു. പക്ഷെ അവർ ചെയ്യുന്നത് മുഴുവൻ, ഇപ്പൊ എന്റെ മോളായാലും ഇപ്പൊ പാട്ട് പഠിക്കുന്നു, പിയാനോ പഠിക്കുന്നു, അങ്ങനെ ഭയങ്കര രസമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ലൈഫിന്റെ റിയാലിറ്റി എന്ന് പറയുന്നത്, പൈസയുടെ വില എന്ന് പറയുന്നതൊക്കെ, അല്ലെങ്കിൽ നമ്മൾ വന്ന വഴി എന്തായിരുന്നു എന്നുള്ളതൊക്കെ തന്നെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. കാരണം എൻ്റെ പിള്ളേർ ജനിക്കുമ്പോൾ മുതൽ ഇപ്പൊ വരെയുള്ള ഫോട്ടോസും വീഡിയോസും, ഞങ്ങൾ താമസിച്ച സ്ഥലങ്ങളും വണ്ടികളും ആ റൂമുകളും എല്ലാത്തിന്റെ ഫോട്ടോസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇവര് കണ്ടോണ്ടിരിക്കും. ഇവിടെ ആയിരുന്നു പണ്ട് നമ്മള്, ഇപ്പൊ നമ്മൾ ഇവിടെയാണ്. അപ്പൊ അവർക്ക് പഴയ വീടും പഴയ മറ്റേ ഇന്ത്യക്ക് അല്ലെങ്കിൽ അതൊക്കെ അവരെ സംബന്ധിച്ചും ഭയങ്കര രസകരമായിട്ട് അവരും ആ യാത്രയിൽ ഭയങ്കര എൻജോയ് ചെയ്താണ് പോണത്. അപ്പൊ ഇന്ത്യക്ക് തൊട്ട് ഇപ്പൊ BMW വരെ അല്ലേ? ഓംനിയാണ് എന്റെ ആദ്യത്തെ വണ്ടി. അവരിപ്പോ ജോജി ചേട്ടന്റെ മക്കള്, ഇപ്പൊ ജോജി ചേട്ടൻ ഇപ്പൊ നല്ല സ്ഥിതിയായി, അവരും നല്ല
അടിപൊളിയായിട്ട് ജീവിച്ച് വളർന്ന കുട്ടികളാണ്. ഇപ്പൊ അവര് വന്ന് പറയാണ് അവര് ഹോട്ടൽ മാനേജ്മെന്റ് പഠിച്ചു, അല്ലെങ്കിൽ എന്താന്ന് വെച്ചാൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് അവര് വന്ന് പറയാണ് എനിക്ക് സിനിമ മതി, ജോയി ചേട്ടന്റെ ഹെൽപ്പ് ഒന്നും വേണ്ട, ഞാൻ എറണാകുളത്ത് പോയി സ്ട്രഗിൾ ചെയ്യാൻ പോവാന്ന് പറഞ്ഞ അവരുടെ അടുത്ത് എന്ത് പറയും? അവരത് ഇപ്പൊ അവര് പഠിച്ചു വന്നിട്ടല്ലേ, ഇപ്പോഴേ അവരോട് പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തോളാൻ. അപ്പൊ അവര് സ്ട്രഗിൾ ചെയ്യുവാണെങ്കിൽ ഇതുപോലെ 15-16 കൊല്ലം സ്ട്രഗിൾ ചെയ്യുവാണെങ്കിൽ അതും സപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു സ്ട്രഗിളിന്റെ ഒരു പിക്ചർ ഇല്ലല്ലോ ഒരാൾക്ക്. നമ്മളിത് മനസ്സിൽ ഞാൻ ഈ ഇത്രയും വർഷം നടന്നു എന്ന് പറയുന്നത് വലിയ, അതായത് ഈ വേറെ വഴിയില്ലാഞ്ഞിട്ടാണ്, അറിയില്ലായിരുന്നു. ഒരു വർഷത്തോളം ഞാനൊരു സീരിയൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇന്ന് 1 മണിക്കൂർ അല്ലെങ്കിൽ ഒരാഴ്ച ഇന്റർനെറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. അല്ലെങ്കിൽ ഒരാഴ്ച പോലും വേണ്ട. അത്രയും ലോകം മാറിയല്ലോ, പണ്ടത്തെ പോലെ അല്ലല്ലോ. പണ്ട് നമ്മൾ കാളവണ്ടിയിൽ യാത്ര ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് ആ സിസ്റ്റം ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാലം മാറി, ഭയങ്കരമായിട്ട് മാറി. നമുക്ക് എന്ത് വേണമെങ്കിലും പഠിക്കാം, എത്ര പോലെ അറിയാം. അപ്പൊ സിനിമയിൽ വരാൻ ഉദ്ദേശിക്കുന്ന ഒരുപാട് പേരുടെയും ആഗ്രഹങ്ങൾ മാത്രം വെച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരാഗ്രഹിക്കുന്നത് അതുപോലെ നടക്കും. പക്ഷെ അതിന് അവരെടുക്കുന്ന എഫേർട്ട് എന്ന് പറയുന്നത് വർഷങ്ങളോളം നടക്കണം എന്നൊന്നുമില്ല. പക്ഷെ അതിനെക്കുറിച്ച് പഠിക്കണം. നടനാവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവര് ഇവിടുത്തെ ഒരു മികച്ച നടന്റെ പെർഫോമൻസ് കണ്ടിട്ട് അതുപോലെ എനിക്ക് പെർഫോം ചെയ്യണം എന്ന് വിചാരിച്ച് അത് പഠിക്കാൻ തയ്യാറാണ്. ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്നവർ അവർ ഫോളോ ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ ക്രാഫ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. എഴുതാൻ ആഗ്രഹിച്ചു വരുന്നവര് അവർക്ക് ഇഷ്ടപ്പെട്ട തിരക്കഥാകൃത്തുക്കളുടെ സ്റ്റാൻഡേർഡിലേക്ക് അവർക്ക് വളർന്നു എന്നുള്ള ഒരു സെൽഫ് അനാലിസിസ് നടത്തണം. കാരണം ഇതുകൊണ്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിക്കാതെ പറ്റത്തില്ല. അത് റിയലായിട്ട് എനിക്ക് മനസ്സിലായ ഒരാളാണ്. നമുക്ക് ഒരിക്കലും ഇതിന് ഷോർട്ട് കട്ട് ഇല്ല ഇതിൽ ലൈഫിൽ. സക്സസ് എന്ന് പറയുന്നത് എന്റെ കാര്യത്തിൽ ഒരിക്കലും അത് ഓവർനൈറ്റ് ഒരു പരിപാടിയല്ല. അപ്പൊ അത് തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ നടന്മാരും, ഞാനൊക്കെ എത്രയോ പഴയ സിനിമയിലെ കഥകൾ കേട്ടിട്ടുണ്ടല്ലോ. പണ്ട് മമ്മൂക്ക ഒക്കെ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ട് പഴയ VCR-ലിട്ടിട്ട് സിനിമകൾ ഇട്ട് കാണുമെന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ എത്രത്തോളം എഫോർട്ട് അന്ന് എടുത്തിട്ടാണ് അവര് അവിടെ വരെ എത്തിയിട്ടുണ്ടാവുക. കാരണം ഇന്നാണ് നമ്മൾ പണ്ട് ലാലേട്ടനും മമ്മൂക്കേനെയും, അല്ലെങ്കിൽ ഞാൻ അവരുടെ പേര് തന്നെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുള്ളൂ മുന്നിൽ പറയുമ്പോൾ നമ്മൾ ഫോളോ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് പറയുന്നത്. ഇവരുടെ സിനിമകൾ കണ്ട് കൈയടിച്ചിട്ടുണ്ട്, ത്രില്ലടിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇന്നൊരു നടനായിട്ട് വന്ന് നോക്കുമ്പോൾ അവരെടുത്ത എഫോർട്ട്, അവർ ചെയ്ത ഗ്രേറ്റ്നെസ് എന്താണെന്ന് മനസ്സിലാവുന്നത് ഇപ്പോഴാണ്. എത്ര വലിയ ആൾക്കാരാണെന്ന്, അല്ലെങ്കിൽ ഈ സിനിമയിൽ വലിയ നടന്മാരുടെയും ഡയറക്ടേഴ്സിന്റെയും വാല്യൂ മനസ്സിലാവുന്നത് ഇപ്പോഴാണ് അവരോട് കൂടുതൽ ബഹുമാനം. കാരണം അവർ ശരിക്കും എന്താണ് ചെയ്തതെന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്, ആ ക്രാഫ്റ്റിന്റെ കാര്യം നോക്കുന്നു. അപ്പൊ അത് ഒരാളും ഇവിടെ ഫ്ലൂക്കിന് വന്നിട്ട് ഗോൾ അടിച്ചിട്ടില്ല. എല്ലാവരും കൃത്യമായിട്ട് അതിനെക്കുറിച്ച് സീരിയസ് ആയിട്ട് എടുക്കുകയും പഠിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആരൊക്കെ അതിനു വേണ്ടി വരാൻ പറ്റുന്നുണ്ടോ അവരെല്ലാവരും അത് തീർച്ചയായിട്ടും നടക്കും. കാരണം ഞാൻ അതിന് എനിക്കാവുമെങ്കിൽ ആർക്കാവെന്ന് പറഞ്ഞതിന്റെ കാര്യം പ്രൂഫ്. പക്ഷെ ഇഷ്ട കാര്യമുള്ളൂ. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെങ്കിൽ 2 മാസമെങ്കിലും പഠിക്കണ്ടേ? നമ്മളൊരു 100 പേര് എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ 100 പേർക്കും ഡ്രൈവിംഗ് അറിയാം. നമ്മൾ ഒരു സിനിമാ നടനെ കാണുന്ന 1 കോടി എടുത്തു കഴിഞ്ഞാൽ അതിൽ ചിലപ്പോൾ 2 പേരുള്ളൂ. 1 കോടി ജനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ 1 കോടി ജനങ്ങൾക്ക് ഡ്രൈവിംഗ് അറിയാൻ പറ്റും. ഈ ഡ്രൈവിംഗ് പഠിക്കാൻ 2 മാസം നമ്മൾ പഠിക്കാൻ പോയി ടെസ്റ്റ് എഴുതിയിട്ടാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത്. 1 കോടിയിൽ 4, 5, 10 പേരുള്ള ഒരു സിനിമാ നടൻ അല്ലെങ്കിൽ ഒരു ആക്ടർ, ഒരു സെലിബ്രിറ്റി ആവണമെങ്കിൽ അയാൾ എത്രത്തോളം പഠിച്ചിരിക്കണം എന്നുള്ളത് വെറുതെ ചിന്തിച്ചാൽ 1 കോടി എടുത്തു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷം പേരെങ്കിലും ഡോക്ടേഴ്സ് ഉണ്ടാവും. ഒരു ഡോക്ടർ ആവണമെങ്കിൽ തന്നെ പഠിക്കണം 5 വർഷം, പിന്നെയും പഠിക്കണം കുറെ കാലം. അപ്പൊ ഇത്രയും ഇതായിട്ടുള്ള ഒരു പ്രൊഫഷനെ, ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ക്രാഫ്റ്റിനെ നമ്മൾ ആ വാല്യൂ കൊടുത്ത് കാണണം. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ് സിനിമയിൽ വരണം എന്നും ആഗ്രഹം. പക്ഷെ അത് സാധ്യമാണ്, ഒരു പ്രശ്നമില്ല, വരണം. സ്ത്രീകളുടെയൊക്കെ ഒരുപാട് കോൺട്രിബ്യൂഷൻ വേണ്ട ഒരു മേഖലയാണ്. അവരുടെയൊക്കെ എഴുത്തുകളൊക്കെ വരണം. ഭയങ്കര സ്ത്രീകളുടെ പെർസ്പെക്റ്റീവിലുള്ള എഴുത്തുകളും അവരുടെ ഇതും ഭയങ്കര അടിപൊളിയായിരിക്കും. അത് കുറെ വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം നല്ല രസമായിരിക്കും. എല്ലാം ഇതാണ് ഒറ്റ വഴി. ആഗ്രഹത്തിന്റെ ബേസിൽ സിനിമയെ സമീപിക്കരുത്. കാരണം അങ്ങനെ നടന്ന ഒരുപാട് വർഷങ്ങൾ ഞാൻ ഇത് പഠിക്കാതെ നടന്നതിന്റെ പേരിൽ എന്റെ ഒരുപാട് വർഷങ്ങൾ ഞാനിങ്ങനെ കളഞ്ഞിട്ടുണ്ടെന്ന്. കളയല്ല, അപ്പോഴും ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അത് ഇപ്പൊ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും പോയി പഠിക്കാം ഇതിന്റെ കാര്യം. പിന്നെ അതിന്റെ നമ്മുടെ ഭാഗ്യവും കഴിവും കാര്യങ്ങളൊക്കെ തന്നെ. പഠിക്കാതെ ഇതിലോട്ട് എൻട്രി പോലും ചെയ്യാൻ പാടില്ല. അന്ന് ജോയിച്ചേട്ടന്റെ കൂടെ നടന്ന ഈ മറ്റേ സ്ട്രഗിൾ പീരീഡിലൊക്കെ ജോയിച്ചേട്ടന്റെ കൂടെ നടന്ന ജൂനിയർ ആർട്ടിസ്റ്റ് അവരുടെയൊക്കെ ലൈഫ് ഇപ്പൊ എങ്ങനെയുണ്ട്? അവർ രക്ഷപ്പെടാൻ
പറ്റിയിട്ടുണ്ടോ അതിലത്തെ ഫ്രണ്ട്സിനൊക്കെ? ഇല്ല, ഇപ്പോഴും അതില് പലരെയും ഞാൻ സെറ്റുകൾ കാണാറുണ്ട്. അപ്പൊ ഞാൻ എന്റെ സിനിമകളിൽ എനിക്ക് കഴിവ് ചെയ്യുമെന്ന് തോന്നുന്നവരെ ഉൾക്കൊള്ളിക്കാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. കോണ്ടാക്ട്സ്, ഇപ്പൊ നമുക്ക് എല്ലാവരും കോണ്ടാക്ട്സ് ഒന്നും കിട്ടില്ല, വളരെ അവിചാരിതമായിട്ട് പലരും കാണാറുണ്ടെന്നുള്ളത് മാത്രമാണ്. സിനിമയുടെ ഈ ക്രാഫ്റ്റിന്റെ കാര്യം വെച്ചാൽ വളരെ സിമ്പിൾ ആണല്ലോ, കാണുമ്പോൾ ഭയങ്കര രസമായിട്ടൊക്കെ തോന്നും. പക്ഷെ ഈ സിമ്പിൾ പരിപാടിയിലോട്ട് എത്താൻ വലിയ പാടാണ്. ഭയങ്കര കാണുമ്പോ നമുക്ക് ലാലേട്ടന്റെ അഭിനയം കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നും. പക്ഷെ അത് അനുകരിക്കാൻ പറ്റില്ല. നമ്മൾ ഗ്രേറ്റ് പെർഫോമൻസ് കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിട്ടാണല്ലോ ചെയ്യണത്. പക്ഷെ അത് നമുക്ക് അനുകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് അദ്ദേഹവും അത് അവര് എത്രത്തോളം വലിയ പ്രോസസ്സിലൂടെ പോയിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കണം. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള വിസാരണ, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തമിഴ് സിനിമയാണ്. വിസാരണ കാണുമ്പോൾ ഭയങ്കര സിമ്പിൾ ആണല്ലോ എന്നൊക്കെ തോന്നുന്നു നമുക്ക്. ആ സിമ്പിൾ സാധനത്തിലോട്ട് എത്താനാ പാട്. എല്ലാത്തിന്റെയും മൂർത്തി ഇതാണല്ലോ. ഭയങ്കര സിമ്പിൾ ആയിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കാനാണല്ലോ ഏറ്റവും പാട്. ടെൻഷൻ അടിച്ചിരിക്കാൻ ഭയങ്കര സുഖമല്ലേ. ആ സിമ്പിൾ പരിപാടിനെ സിമ്പിൾ ആയിട്ട് കാണരുത്. അത് അനുകരിക്കാൻ പറ്റുന്ന കേസല്ല. അത് സംതിങ് വലിയ കാര്യമായിട്ട് തന്നെ അതിനെ കാണണം നമ്മൾ. എങ്കിൽ മാത്രമേ ഇതിനെ മുന്നോട്ട് പോകത്തുള്ളൂ. തമിഴ് സിനിമയൊക്കെ പണ്ട് തൊട്ടേ കണ്ടു വളർന്ന ഒരാളാണ്. തമിഴ് സിനിമ എപ്പോഴും കാണുമായിരുന്നു. അതിലെ പാട്ടുകൾ, മ്യൂസിക്, തമിഴ് മ്യൂസിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അത് എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. മ്യൂസിക് എന്റെ വീട്ടിലും വണ്ടിയിലായാലും ഫുൾ ടൈം പാട്ടുകളും, ദിവസത്തിലെങ്കിലും നമ്മളൊരു തവണെങ്കിലും വളരെ സോങ് കേൾക്കാത്ത ദിവസങ്ങൾ ഉണ്ടാവില്ല. അതിപ്പോ ഒരു തമിഴ് സിനിമയിൽ അഭിനയിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ലെവൽ കൊണ്ട് പറയുന്നതല്ല, വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത്ര ആ ഇമോഷണൽ ഒരു ഇമോഷൻ ഉണ്ടല്ലോ ഈ പാട്ടുകളുടെ. എവിടെയോ ഒരു ചെറിയ സങ്കടമാണോന്ന് അറിയില്ല, എന്നാൽ ഒരു സുഖമുള്ള ഒരു സങ്കടം കിടക്കുന്ന പാട്ടുകളാണ് ഞാൻ കൂടുതലും കേൾക്കാറുള്ളത്. കാരണം എന്റെ ഒരു സ്ഥായി ഭാവം സങ്കടമാണ്. എനിക്ക് തോന്നുന്നില്ല, സംസാരിച്ചില്ല. സ്ഥായി ഭാവം എന്ന് വെച്ചാൽ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട്. നമ്മൾ വളർന്ന് ജീവിച്ചു വന്ന സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ദുഃഖങ്ങളും. സിനിമയുടെ കാര്യത്തിൽ എനിക്ക് ഒരു പരിഭവങ്ങളോ ഒന്നുമില്ല. അത് ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ എന്റെ പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്ന ട്രാവല് അതൊരു ഒറ്റ ജീവിതത്തിൽ തന്നെ ഒരുപാട് ജീവിതം അനുഭവിച്ച് തീർത്ത പോലത്തെ ഫീൽ ആയിരിക്കും ഓരോ ഘട്ടത്തിൽ. അത് തന്നെയാണ് നമ്മുടെ കൈമുതലും. അപ്പൊ ഈ മറ്റേ ഈ ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള സീൻസ്, ലൈക് ഫോർ എക്സാമ്പിൾ ഹലാൽ ലവ് സ്റ്റോറിയിൽ ആ മറ്റേ ഗേറ്റിന്റെ പുറത്ത് പോയി മോളെ കാണാൻ പറ്റാത്ത സീനും അങ്ങനത്തെ സീനൊക്കെ അഭിനയിക്കുമ്പോ ഇങ്ങനത്തെ പേഴ്സണൽ സങ്കടം അങ്ങനത്തെ അല്ലെങ്കിൽ പേഴ്സണൽ പ്രശ്നങ്ങൾ എന്നൊക്കെ ഡ്രോ ചെയ്യാറുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ആലോചിച്ചിട്ടാണോ അതൊക്കെ പെർഫോം ചെയ്യാൻ പോകും, അല്ലെങ്കിൽ അതൊരു ടെക്നിക്കൽ ആയിട്ട് മാത്രം അപ്രോച്ച് ചെയ്യുവാണ് ആ സമയത്ത്? സങ്കടകരമായ ദുഃഖങ്ങൾ സിനിമയിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ദുഃഖവും എന്റെ ജീവിതത്തിന്റെ അത്ര ഇതുവരെ വന്നിട്ടില്ല. എന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള അത്രയും ട്രാജഡിയും അത്രയും സങ്കടങ്ങളും ഒന്നും തന്നെ ഒരു സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടില്ല. അത് അങ്ങനെയായിരുന്നു എന്റെ ലൈഫ്. അപ്പൊ അത് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് സങ്കടം ഉണ്ടോ ഇപ്പൊ നോക്കുമ്പോ ഭയങ്കര നന്നായിട്ടാ തോന്നുന്നത്. ആ ദുഃഖങ്ങളും ആ സങ്കടങ്ങളും ആ പ്രശ്നങ്ങളും എല്ലാം തന്നെയാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ തന്നെ ഒരു ഇന്റർവ്യൂവിൽ കൊണ്ടിരുത്തിയിട്ടുള്ള ഒരാളാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾ പഠിച്ച കാര്യങ്ങള് നടൻ അതിന്റെ ഒരു പരിപാടി പഠിക്കുമ്പോൾ എന്റെ കൈമുതൽ എന്ന് പറയുന്നത് എന്റെ ലൈഫ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരാൾക്കും തട്ടിപ്പറിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ അത് അത്ര അധികം ഉണ്ട് എന്റെ ലൈഫില്. ഈ 40ഓളം വർഷം കഴിയുമ്പോൾ ചിന്തിക്കുമ്പോൾ എന്റെ ഒരു 3 വയസ്സ് മുതലുള്ള ഇതുവരെയുള്ള കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. LKG പഠിക്കുന്ന കാലം മുതൽ ഉള്ള ഓർമ്മകൾ, ഇവിടെ വരെയുള്ള ഓർമ്മകൾ എനിക്ക് ഹ്യൂജാണത്. ഞാൻ പോയ വഴികളും സഞ്ചരിച്ചതും എല്ലാം. അപ്പൊ അത് അതിന്റെ വലുതായിട്ടുള്ള ഒരു സീനും ഞാൻ അഭിനയിച്ചിട്ടുള്ളത് തന്നെയാണ് എനിക്ക് തോന്നണത്. ഇപ്പൊ ലൈഫിൽ ഇത്രയും സെൻസിറ്റീവ് ആയിട്ട് ഒരാള്, ഒബ്വിയസ്ലി ഇത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് ഇത്രയും നന്നായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത്. പക്ഷെ ഇത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ട് ലൈഫിൽ കുറെ പ്രശ്നങ്ങളുണ്ടോ? പിന്നെ ഇതിങ്ങനെ പ്രശ്നങ്ങളുണ്ട്. കാരണം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ഒരു ലൈഫിലൂടെ പോയത് കൊണ്ട് എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിട്ടുണ്ട്, ആൻസൈറ്റി ഉണ്ടായിട്ടുണ്ട്, അതിന്റെ ഒരു രോഗാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിനെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപകടകരമല്ലാത്ത രീതിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പോകുന്ന ഒരാളായതുകൊണ്ട് നമ്മുടെ ഇൻഡസ്ട്രിയിലുള്ളവരോടും അല്ലെങ്കിൽ നമ്മുടെ സഹപ്രവർത്തകരോടൊക്കെ ഞാൻ ആകെ റിക്വസ്റ്റ് ചെയ്യുന്ന കാര്യം എന്നെ ഉപദ്രവിക്കരുത്.
അത്രേ ഞാൻ പറയുള്ളൂ. കാരണം ഞാൻ ഈ സൈഡിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അങ്ങനെ പൊക്കോളാം. ഒരാളുടെ ഒരു പരിപാടിക്ക് ഒന്നിനും ഞാനില്ല, ഒരു ബഹളത്തിനും ഇല്ല. നമ്മളെ ഒരു തരത്തിലും അങ്ങനെ ഉപദ്രവിച്ചു എന്നുള്ളതല്ല. ഭയങ്കര ഈ ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ വരുമ്പോൾ നമ്മളെ എഫക്ട് ചെയ്യുന്നത്, നമ്മളിങ്ങനെയാണല്ലോ പോകുന്നത്. ഒരാള് കഷ്ടപ്പെട്ട് അവിടം വരെ എന്റെ ട്രാവൽ ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര മോശം ജീവിത സാഹചര്യങ്ങളിലൂടെ വന്നിട്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയിട്ടുള്ളത്. അപ്പൊ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് ഇരിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹവും റിലാക്സ് ചെയ്യാനായിട്ടുള്ള ഒരു കൊതിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഉപദ്രവിക്കാതിരിക്കുക പറയുന്ന ഒരു കാര്യം ഭയങ്കരമാണ്. കാരണം അത് ഇതിന്റെ ഒരു വളർച്ചയുടെ ഭാഗമായിട്ട് ഉണ്ടാവുമെന്ന് പലരും പറയുമ്പോഴും നമ്മളെ അത് ഭയങ്കര ഇമോഷണൽ ആയിട്ടാണ് അതിനെ കൊള്ളുന്നത്. ഞാൻ ഒരു പ്രശ്നത്തിനും നിൽക്കുന്ന ഒരാളല്ല ഒരു തരത്തിലും, ഒരാളുടെ ലൈഫിലോ ഒരു വേറൊരു ഇൻഡസ്ട്രിയിലോ. പക്ഷെ ട്രാവലിൽ പല പല പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അത് നമ്മളെ ബാധിക്കുന്നുണ്ട് ശരിക്കും. അപ്പൊ ജോയി ചേട്ടന്റെ ലൈഫിനെ ബെസ്റ്റ് ഡിസ്ക്രൈബ് ചെയ്യണ ഒരു ഇളയരാജ പാട്ട് ഏതാണ്, ലിറിക്സ് വൈസ് ആൻഡ് സിറ്റുവേഷൻ വൈസ്? വായ്പേശിടും പുല്ലാങ്കുഴൽ നീതാനൊരു ഓക്കെ ജോയി ചേട്ടാ, താങ്ക്സ് സോ മച്ച്. ഇതൊരു എന്റെ ലൈഫിൽ തന്നെ ഒരു ഫേവറേറ്റ് ഇന്റർവ്യൂസിൽ ഒരു ഇന്റർവ്യൂ ആയിരിക്കും. ഇപ്പൊ ജോയി ചേട്ടൻ ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ് ആണ്. ഇത്രയും നേരം സംസാരിച്ചതിന്, അതും ഒരു സെക്കൻഡ് ഇന്റർവ്യൂ തരുന്നതിനൊക്കെ താങ്ക്സ് സോ മച്ച്. ഇനി ജോയി ചേട്ടൻ എന്തൊക്കെ ചെയ്യാൻ പോകണമെന്നൊക്കെ ഞങ്ങള് ഒരു 50 പോലീസ് റോഡുകൾ ചെയ്താലും ഞങ്ങൾക്കൊക്കെ ഓക്കെയാണ്. അല്ല, അത് എനിക്കിപ്പോ നിങ്ങളായാലും പ്രേക്ഷകരായാലും തരുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് തന്നെയാണ് ഞാൻ പോകുന്നത്. എല്ലാവരും നന്നായി എന്ന് പറയുമ്പോൾ അപ്പൊ ഞാൻ അവിടെ ചെയ്തത് എന്തോ കാര്യങ്ങൾ ശരിയായിട്ടുണ്ട്. മോശമാകുമ്പോൾ തീർച്ചയായിട്ടും മോശമായിട്ടുണ്ട് ഈ കാര്യങ്ങൾ എന്നുള്ളത്. അഭിനയം മോശമാവുന്നുണ്ട്, ബോറാവുന്നുണ്ട്, കിളി പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ ഇൻഫർമേഷൻ ആയിട്ട് എല്ലാവരും പറഞ്ഞു തരിക. ഞാൻ മാക്സിമം എൻ്റെ ഒരു സ്വപ്നമുണ്ട്, നല്ല ഒരു നടനാവണം, നല്ലൊരു നടനാവണം. അതെന്റെ ഒരു ഭയങ്കര, എനിക്കത് മാത്രമേ ചിന്തയുള്ളൂ, അതിലോട്ട് മാത്രമുള്ള എൻ്റെ ഡ്രൈവിൽ. അതല്ലാതെ നമ്മൾ കാണുന്ന വേറൊരു സെലിബ്രിറ്റി ലൈഫോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ എൻ്റെ ഒരു ചെറിയ സ്പേസിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ 1-2 പേരോടായിട്ട് ഇരിക്കുന്നു, അതിന് ഇരുന്ന് വളരെ ഇതായിട്ട് പോവാന്നുള്ളത് മാത്രമാണ് എൻ്റെ ആഗ്രഹം. നമുക്കും ഇമോഷണലി പല പല തെറ്റുകളും കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുപോലും ഇപ്പൊ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാവില്ല എന്ന് വെച്ചിട്ട് ഞാൻ തന്നെ എന്നെ തന്നെ വീണ്ടും റെഡിയാക്കി പോയിക്കൊണ്ടിരിക്കുന്നു. ആ ട്രാവലിൽ ഏറ്റവും നല്ല സപ്പോർട്ട് തരണം എന്ന് മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. താങ്ക് യു സോ മച്ച്.